അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ മലയാളം മിഷന്റെ ഒരു പ്രവർത്തനത്തെ ബോംബെ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പ്രതിനിധികൾ തന്നെ എല്ലാ സമാജം പഠന കേന്ദ്രങ്ങളുമായി നേരിട്ട് പോയി ബന്ധപ്പെട്ട് മുഖാമുഖം സംസാരിച്ച് എല്ലാവരെയും മലയാളം മിഷൻ പഠന രീതികളും പഠന തന്ത്രങ്ങളും മറ്റു വിഷയങ്ങളുമായി കൂടുതൽ എങ്ങനെ അലൈൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് സംസാരിച്ച് മനസ്സിലാക്കിപ്പിച്ചു തരാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും വേണ്ടിയിട്ടാണ് ചാപ്റ്ററിൻ്റെ കൺവീനറായ ശ്രീ ജീവൻ മാഷ് തന്നെ നേരിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ജീവൻ മാഷെ ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വട്ടമേശയാണ് സംഭവം ആവശ്യം. ഇതൊരു വട്ടായതുകൊണ്ട് ഞാൻ ഇവിടേക്ക് മാറുന്നു. നമ്മുടെ ചെറിയൊരു ഉപഹാരം മാഷിക്ക്. ഇതൊക്കെ കഴിയാവുന്നത് ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഈ പൈസക്ക് ഒരു പുസ്തകം വാങ്ങി ആക്കിയെങ്കിൽ പൊട്ടാൻ അതൊക്കെയും നല്ലത്. ഇതൊക്കെ വെറുതെ ഒരു ഇതാണ്. പക്ഷെ ഇതൊരു ചെയ്യുന്ന ആൾക്കാർ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു പൂർണ്ണമായിട്ട് നിഷേധിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, ഈ ഒരു മീറ്റിങ്ങിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമാജം, പിന്നെ പഠന കേന്ദ്രത്തിലെ അധ്യാപകരെയും അതുപോലെ രക്ഷിതാക്കളെയും പിന്നെ ഫ്യൂച്ചർ രക്ഷിതാക്കൾ, അതായത് ഇപ്പോൾ കുട്ടികളെ സമാജത്തിലേക്ക് മലയാളം ക്ലാസ്സിന് അയക്കുന്നില്ല, പക്ഷേ ഇനി അയക്കാൻ ഉദ്ദേശിക്കുന്നവരടക്കം നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമാജം ഭാരവാഹികളെയാണ് ഈ മീറ്റിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരെയും വരാൻ സെക്രട്ടറി സാറും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ഈ സെഷനിൽ ജീവൻ മാഷ് ഇവിടെയുണ്ട്. മലയാളം മിഷന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. എനിക്കടക്കം പല കാര്യങ്ങളും സംശയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാനുള്ള ഒരു അവസരമാണിത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ മുന്നോട്ട് നയിക്കാനായി ജീവൻ മാഷെ ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നമുക്ക് ഇരുന്ന് വട്ടത്തിൽ സംസാരിക്കാം. അത്രയും ഒരു അടുത്തിരുന്നോളൂ. അങ്ങനെ ഔപചാരികതയൊന്നും ആവശ്യമില്ല. ഞാൻ മലയാളം മിഷന്റെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം. പക്ഷെ അതിനുശേഷം എപ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തുറന്ന് പറയാം. നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാവുന്ന ഫോർമുലയിൽ എത്തിച്ചേരാൻ ശ്രമിക്കാം. ഇതാണ് ഇന്നത്തെ മീറ്റിങ്ങിന്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും. പേര് പറഞ്ഞാൽ അനീഷ്. അതിനു മുന്നേ അദ്ദേഹം സ്വയം നമ്മുടെ സ്റ്റുഡന്റ്. ഞാൻ പഠിപ്പിച്ചായിരുന്നു. എന്നേക്കാൾ പ്രായം കൂടി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പഠന കേന്ദ്രത്തിന്റെ രക്ഷാധികാരി സമിതിയിൽ 3 കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണ്. അതായത് സമാജം കമ്മിറ്റി അംഗമാണ്, അതുപോലെ രക്ഷിതാവാണ്, അതുപോലെ ടീച്ചറും കൂടിയാണ്. സജീവായി ഓൺലൈൻ ക്ലാസ് ഞാൻ ഇവിടുത്തെ പിള്ളേരൊക്കെ ദൃശ്യാഭിനവരൊക്കെ ഉണ്ടായിരുന്നില്ല. 4-5 പിള്ളേര്, 3-4 പിള്ളേർ ആമ്പലും, 3 പിള്ളേർ ആമ്പലും, 2-3-4 പിള്ളേർ എനിക്കറിയാം. ഫസ്റ്റ് ഡേ 64 അഡ്മിഷൻ ഞാൻ ബിനു. എന്റെ മോള് എന്നെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോ മലയാളം മിഷൻ നിങ്ങളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് പ്രവാസികൾ അല്ലെങ്കിൽ മറുനാടൻ മലയാളികൾക്ക് കിട്ടിയ ഒരു സുവർണ പദ്ധതിയാണ്, പുതിയ അവസരമാണ്.
അപ്പൊ നമ്മൾ അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യ നഷ്ട ഇതുള്ള ലാഭങ്ങളൊക്കെ കണക്കാക്കുന്നത്. കാരണം വെച്ചാല് ലോകത്തില് ഒരു രാജ്യമോ സംസ്ഥാനമോ ഒരിടത്തിലില്ല തങ്ങളുടെ മാതൃഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് ആ സംസ്ഥാനത്തിനോ തങ്ങളുടെ ആ ബൗണ്ടറിക്ക് പുറത്തുള്ള പ്രവാസികളോ മലയാളിമാരായിട്ടുള്ള ജനതയുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് അവർക്ക് വേണ്ടി ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുക, അവർക്ക് മാതൃഭാഷ പഠിക്കാനുള്ള വിവിധ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു പദ്ധതി ഒത്തിരിയില്ല, ലോകത്തിൽ ഒത്തിരിയില്ല. നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനം ഇപ്പോഴത്തെ 13 വർഷമായിരുന്നു. അത് പലതുകൊണ്ട് നമുക്ക് അറിയാം, പലതുകൊണ്ട് പല കാര്യങ്ങളിലും മാതൃകയാണ്. അപ്പൊ ഈ പ്രവർത്തനത്തിലും അതൊരു മാതൃകയായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് കേരളത്തിലെ നമ്മുടെ ഒരു പ്രവാസി സമൂഹമാണ്. വളരെ കേരള ജനത തന്നെ ഒരു പ്രവാസി സമൂഹത്തിന്റെ ഭാഗമായി അവിടെ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ അതിൽ വിവാദങ്ങൾ ഉണ്ടാവുമെങ്കിലും വലിയ വഴക്കൊന്നുമില്ല. ഏറ്റവും പുതുമയായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരള ഭൂപ്രദേശം തന്നെ. അപ്പൊ അങ്ങനെ പ്രവാസത്തിന് ഏറ്റവും മുൻതൂക്കമുള്ള ഒരു ജനതയാണ് നമ്മൾ. അപ്പൊ അവർക്ക് അവരുടെ മാതൃഭാഷയും സ്വന്തം സംസ്കാരവും ഒക്കെ എവിടെ പോയാലും നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാകും. എവിടെ പോയാലും 4 ആള് കണ്ട ഒരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രവർത്തനം. കൂട്ടായ്മയുടെ ശക്തി നമുക്ക് തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതിൽ നമുക്ക് ഇപ്പൊ കുറെ ഗുണവും ദോഷവും കാണാമെങ്കിലും അതൊരു വലിയ ശക്തി തന്നെയാണ്. എപ്പോഴും ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരിക്കലും ആദ്യം മുതലൊക്കെ നിരുത്സാഹപ്പെടുത്താറില്ല, അവസരം കളയാറില്ല. അപ്പൊ ആ ശക്തി കൊണ്ട് നമ്മൾ കുറെ അധികം നേട്ടങ്ങൾ കേരളത്തിനായാലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കർമ്മഭൂമികളിലും, അതായത് മുംബൈ ആയാലും കൽക്കട്ട ആയാലും മദ്രാസ് ആയാലും അങ്ങനെയുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളായാലും മറ്റു രാജ്യങ്ങളിലായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് ലോകത്തിന് ആദരിക്കപ്പെടുന്നതിൻ്റെ, നമ്മൾ മലയാളികൾ ആദരിക്കപ്പെടുന്നതിൻ്റെ ഒരു വലിയ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ഈ ആദരവും ഈ സംസ്കാരവും ഒക്കെ നമ്മുടെ പുതുതലമുറയ്ക്ക്, ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെയധികം മാറ്റങ്ങൾക്ക് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പൊ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ സംസ്കാരത്തിന്റെ ഗരിമയും അതിന്റെ നല്ല വശങ്ങളും മൂല്യങ്ങളും ഒക്കെ ഭാഷയുടെ ആ ഗുണവും ഇതൊക്കെ പുതുതലമുറയ്ക്കും കൂടി നിലനിർത്തുന്നതിന് എന്താണ് എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ടാമത്, ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മളൊക്കെ പഠിച്ചു വന്ന ഒരു പഠന രീതിയുണ്ട്. ആ രീതി എല്ലാം മോശം എന്നല്ല പറയുന്നത്, ആ ഒരു രീതിക്ക് പരിമിതികളുണ്ട്. പക്ഷെ അതിൽ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്ന രീതിയിലാണ്, പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മുടെ മലയാളം മിഷൻ ഇന്നിപ്പോൾ പുതിയ നമ്മുടെ സോഷ്യൽ സയൻസും സൈക്കോളജിയും അതൊക്കെ വിദ്യാഭ്യാസ വിചക്ഷണരുടെയൊക്കെ വലിയ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗ്യമായിട്ട് ഒരിക്കലും അറിവ് അവിടെ പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. ഓരോ അറിവും പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം എന്നാണ് അതിന് പറയുന്നത്. ഞാനെന്ന് എഴുതുന്നത് നോളജ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം എന്നുള്ള രീതിയിലാണ്. അതായത് പൊതു സമൂഹമായിട്ട് അറിവുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയാണ്. അത് ഇപ്പൊ നമ്മൾ തറാന്ന് ഒരു കുട്ടിയെ ഇപ്പൊ എഴുതി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി ആ ഒരു പുതിയ അറിവിലേക്ക് അവരുടേതായ രീതിയിൽ ആ അറിവിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ തറ എന്ന് എന്തൊക്കെ വീക്ഷിച്ചിരുന്നോ, നമ്മൾ ഇപ്പൊ ഭൂരിഭാഗം ആളുകളും ഞാനൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു തറ എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒരു ചുവന്ന് ചായയൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ കള്ളികളൊക്കെ വരച്ചിട്ട് ഒരു സാധനമാണ്. പിന്നെ പുതുതായിട്ട് വന്നപ്പോൾ അതൊരു തറ പോലെ തുളസി ചെടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇത് കണ്ടു. അപ്പൊ അത് മാത്രമല്ല തറ എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ വരുന്നത്. ആ ഒരു കുട്ടിക്ക് പല കുട്ടികൾക്കും പലതായ രീതിയിൽ ആ തറയെ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ കുട്ടിയുടെ അറിവും കൂടി ഒരു ക്ലാസിന്റെ പൊതുബോധത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ക്ലാസ്സിനെ വലിയ ഒരു ഇതിലേക്ക്
അറിവിന്റെ ഒരു വലിയ ഇതാക്കി മാറ്റുകയാണ് ഇപ്പോഴത്തെ പുതിയ രീതി. അപ്പൊ പഠനം നമ്മൾ എന്ന് പറയുന്നത് പഠനമാണ് നടക്കുന്നത്, പഠിപ്പിക്കലല്ല നടക്കുന്നത്. സ്വയം പങ്കുവെക്കലിലൂടെ, കൂട്ടായ ചർച്ചകളിലൂടെ, പുതിയ അറിവുകളെ നിർമ്മിക്കുക ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയാണ് കൂടുതൽ കുട്ടികൾക്ക് രസകരം. കുട്ടികൾക്ക് അവരുടേതായ റോളുകളുണ്ട്. മറ്റേത് ഭാഷ പേടിക്കണം, ഇമ്പോസിഷൻ എഴുതണം, ഭയങ്കര ടെൻഷനാണ്, ഭാഷ പറയുന്നത് അതേപടി ചെയ്തില്ലെങ്കിൽ ഭയങ്കര ശിക്ഷാവിധികളാണ്. അപ്പൊ ഇതൊക്കെ കുട്ടികളെ അവരുടേതായ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ഒരു അറിവിനെ പകരാനും നിർമ്മിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് നടന്നിരുന്നില്ല. അത് നടന്നിരുന്നത് വളരെ കുറച്ചും ആളുകളിൽ മാത്രമാണ്. അവർ ക്ലാസ്സിന് പുറത്തും എപ്പോഴൊക്കെ അലഞ്ഞു തിരിഞ്ഞ ഒരു വായനശാലകളും ലൈബ്രറികളിലും ഒക്കെ ആയിട്ട് നടന്നു വായിച്ച് അവർ നാട്ടിലെ തല്ലുള്ളികളിൽ നിന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ മാഷ് പറയുന്ന രീതിയിൽ പുസ്തകം കൂടുതലായി പഠിക്കുന്നവർ ഭയങ്കര ഇതൊക്കെയാണ്. അവർ ഒരേ ടൈപ്പിൽ തന്നെ പോയിരുന്നത്. പക്ഷെ അവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവർ പ്രതിസന്ധി വരുമ്പോൾ അവർ ആ പഠിച്ച രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റു രീതിയിൽ അവർക്ക് അതിനെ ആ അറിവിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ പിള്ളേർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്, നമ്മൾ പിള്ളേർ പഠിക്കുന്നത് വെറും മാർക്കിന് വേണ്ടിയിട്ടാണ്. 95.2 കിട്ടണോ, 1 കിട്ടണോ, 6 കിട്ടണോ, അല്ലെങ്കിൽ 97 കിട്ടണോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ആ മാർക്ക് കിട്ടിയാലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, നല്ല ജോലി കിട്ടാൻ പറ്റുള്ളൂ. ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല അവിടെ. അവർക്ക് ആ ജോലി കിട്ടുമ്പോഴോ ഇവർ പഠിച്ചതിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അവരെ ജോലിക്ക് വേണ്ടി വേറെ ഒന്നും പഠിക്കുന്നില്ല. നിങ്ങളൊക്കെ IT-ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയാൽ, എവിടെ പോയാലും മെഡിക്കൽ റെപ്പ് വരെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെയാണ് അല്ലേ? അവരൊക്കെ ഒരേ രീതിയിലാണ്. അവര് എന്ത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അവർ നേടുക അറിവ് അവരുടെ ജീവിതത്തിനൊരു വേറില്ല. അപ്പൊ അങ്ങനെ ഒരു പഠിപ്പ് കൊണ്ടൊരു വ്യക്തി എങ്ങനെയാ അവരുടെ സ്വതന്ത്രമായ ജീവിതം നയിക്കാൻ പറ്റുക? അവിടെയാണ് കുട്ടികൾ ഈ കോട്ടയിലൊക്കെ പോയിട്ട് എത്ര കുട്ടികളെ നീറ്റിനും ഇതിനൊക്കെ ജയിക്കൊക്കെ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് ആ പ്രഷർ, സാഹചര്യങ്ങളെ, സമ്മർദ്ദങ്ങളെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ കുട്ടികള് എപ്പോഴും നമ്മുടെ ഈ രീതിയിൽ പഠിച്ചുകൊണ്ട് കുട്ടികൾ മാർക്കൊന്നും ഒരിക്കലും കുറയില്ല. അവർ സ്വതന്ത്രമായി അവരുടെ കഴിവുകൾക്ക് അനുസരിച്ച് കുട്ടികൾ പൂർണ്ണമായി ആ അറിവ് സ്വന്തമായി, നമ്മൾ വെറുതെ ആ പ്രാസത്തിനോട് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു ആ കളറിന്റെ ആ ഇതിൽ പറയാൻ എടുക്കില്ലെങ്കിൽ പോലും ആ ഇത് അതിലൊരു ആ അർത്ഥമുണ്ട്. നമ്മളുടെ എന്തും ഉത്പാദനം, നമ്മളിപ്പോ ഞങ്ങളെപ്പോലെ ആണുങ്ങളൊക്കെ നമ്മളൊക്കെ വീട്ടില് ഭാര്യമാരില്ലാത്തപ്പോൾ ചായ ഉണ്ടായി, ചിലപ്പോൾ അതിൽ കടുപ്പം കൂടിപ്പോയി, മധുരം ഭയങ്കരമായി പോയി, അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കിയില്ല അതിൽ ഉപ്പുണ്ടാവില്ല. എന്നാലും നമ്മൾ ഭാര്യയായിട്ട് സൂപ്പറായിരുന്നു കറി അല്ലേ, ചായ എന്ന് പറയും. അത് നമ്മളുണ്ടാക്കിയതാണ് അല്ലേ? അപ്പൊ നമ്മൾ ആ രീതിയിൽ മറക്കൂല. അപ്പൊ പിന്നത്തെ പ്രാവശ്യം നമ്മൾ ചായ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അന്ന് കുറഞ്ഞു, ചായയിൽ ഇങ്ങനെ ആയിരുന്നു പ്രശ്നം. അത്യാവശ്യം ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യാൻ പഠിക്കും, അതിന്റെ ആ ഓർഡറിലേക്ക് വരാൻ പറ്റും. ഇതിനെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവുന്നത്. അവര് സ്വന്തമായി ഒരേ അറിവും നിർമ്മിക്കുമ്പോൾ അവർ ആ അറിവ് നിർമ്മാണത്തിന്റെ ഭാഗമാകുമ്പോൾ അവർ പഠിച്ചതൊന്നും മറക്കില്ല. അവര് എത്ര കൊല്ലം കഴിഞ്ഞപ്പോ അമ്പലം കണിക്കൊന്നിൽ സൂര്യകാന്തിയും കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് കുട്ടി പിന്നെ വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ് എനിക്ക് വീണ്ടും പഠിക്കണം തോന്നി വന്നാലും അവർക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചെറിയ ഒരു പോളിഷിങ് മാത്രമേ വേണ്ടി വരൂ. കാരണം വെച്ചാൽ അവര് ഹൃദയസ്ഥമാക്കി അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിച്ച സംസ്കാരവുമായി അവരുടെ ജീവിത രീതിയുമായി ഒക്കെ ഇണങ്ങിച്ചേർന്ന ഒരു ഭാഷയുടെ ഭാഗമായതാണ് അവർ, അറിവിന്റെ ഭാഗമായത്. അങ്ങനെ ആയിരിക്കണം ക്ലാസ്സുകൾ കേട്ടോ. അതാണ്, അപ്പോഴാണ് ഇത് പറഞ്ഞ രീതിയിൽ ഇതാവുള്ളൂ. അത്തരമൊരു പഠന സമ്പ്രദായത്തിനാണ് നമ്മൾ മലയാളം മിഷൻ ക്ലാസ്സുകളിൽ തുടർന്നു പോകുന്നത്. അപ്പൊ ആ മലയാളം ക്ലാസ്സുകളിൽ എന്താ, നിങ്ങൾ മലയാളം മിഷന്റെ പുസ്തകത്തിൽ നോക്കിയതാണ് ആദ്യം കുറെ 2-3 പേജിൽ പടങ്ങൾ മാത്രമേ ഉള്ളൂ. പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് പടം നോക്കാൻ ഈ മാഷ്മാർക്ക് ഈ പണിയുള്ള അല്ല. അത് ഞാൻ പറയാം അല്ല, അത് അല്ല നമ്മൾ കൺഫ്യൂസ് ആവാൻ പാടില്ല. അതല്ല പ്രശ്നം.
അതല്ല അപ്പൊ അവരെടുത്തത് അവര് പറയും നമ്മള് 3 മാസം മുതൽ ഒരു അക്ഷരം പോലും എഴുതാൻ പഠിച്ചിട്ടില്ല കുട്ടി. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. അല്ല അത് ഉണ്ട്, അതന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു തരും. ഓക്കെ, അപ്പോ ഈ നമ്മുടെ കുട്ടിയുടെ അവസ്ഥ എന്താ? ഇവിടെ ജനിച്ചു വളർന്ന ഒരു മലയാളി കുട്ടിയുടെ അവസ്ഥ എന്താ? നമ്മൾ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ പോലും ശരിക്കും മലയാളം പറയുന്നു ഉണ്ടോ? നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നു, നിലനിൽപ്പിന് വേണ്ടി ഹിന്ദി പഠിക്കാനുള്ള ഒരു വ്യഗ്രതയിൽ എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ സാമ്യമുള്ള ഒരു രീതിയിൽ അതിനായിട്ട് തട്ടിവിടും. അതന്നെ നമ്മൾ ഒട്ടും ശരിയല്ലെങ്കിലും അതന്നെ വീട്ടിലും പറയും, നമ്മുടെ കുട്ടികളോടും പറയും. കുട്ടികളും നമ്മൾ അതും ശരിയല്ല ഇതും ശരിയല്ല, നമ്മുടെ കയ്യിലുള്ളതും നമ്മൾ ഉപയോഗിക്കില്ല, എന്നാൽ ഇത് ശരിയായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. ഒരു തല്ലിപ്പൊളി ഹിന്ദിയും പറയും, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇംഗ്ലീഷും പറയും. എന്നാലൊക്കെ നമുക്ക് ഒരു ഗരിമ ഞാൻ സംതിങ് ആണെന്ന് തോന്നുന്ന ഒരു വിദ്യാബോധം അതുമില്ല ഇതുമില്ല. അപ്പൊ നമ്മുടെ കുട്ടികളും ഈ ഭാഷ സംസാരിക്കണമെങ്കിൽ ഭാഷ അറിയണ്ട, കുട്ടികൾ വാക്കുകൾ അറിയണ്ട. അതെവിടുന്ന് കിട്ടും? ഏറ്റവും പുറത്ത് പോയി കിട്ടും. പുറത്ത് പോയി ബാക്കിയുള്ള ആളുകളെല്ലാം അവരുടെ കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് അവിടുന്ന് ഭാഷ കിട്ടും ഇല്ല. അവർക്ക് ഭാഷ കിട്ടുന്നത് മെയിൻ ആയിട്ടുള്ള സ്ഥലം അവരെ ഇതാണ്. നമ്മുടെ വീടുകളിൽ വളരെ കുറവ് വീടുകളിലെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളത്. കുട്ടിക്കൊരു താരാട്ട് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ അമ്മമാർക്ക് താരാട്ട് വീട് അറിയോ? ഇപ്പൊ ടീച്ചർ പറഞ്ഞവന്റെ കൂട്ടി പറയാണ്. അപ്പൊ നമുക്കിപ്പോ ഇതിപ്പോ നമ്മൾ മറ്റുള്ള പേരൻസുകളിലേക്ക് നമ്മൾ അല്ല അത് ഞാൻ പറയാം. അതാണ് പേരൻസിന് മാക്സിമം വിളിച്ചോളം പറഞ്ഞത് അതാണ്. അപ്പൊ കുട്ടികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണം? ഭാഷ വാക്കുകൾ അറിയണ്ടേ? അതെവിടെ നിന്ന് കിട്ടും? ഇപ്പൊ ആകെയുള്ള ഒരു ആശ്രയം TV ആണ്. അത് കാണാൻ നിങ്ങൾ ഈ രക്ഷകർത്താക്കൾ സമ്മതിക്കില്ല. എന്നിട്ട് ഈ കുട്ടികൾ കാണുന്ന വെച്ചാൽ കാണുക. അപ്പൊ അവരെന്താ ഈ അവർക്ക് ത്രില്ലായിട്ടുള്ള അടിപൊളി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ബീറ്റും തേങ്ങയും സൗണ്ടും ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചു. അത് TV കാണാൻ അനുവദിക്കണം. നിശ്ചിത സമയമൊക്കെ കൊടുക്കുക. അവരെ പ്രോഗ്രാമും സെലക്ട് ചെയ്യുക. മലയാളം അവൻ കൂടുതൽ ശ്രമിക്കുക. കാരണം മലയാളം ആവുന്നത് എന്തുകൊണ്ടാണ്? അവരൊക്കെ ആ ഭാഷ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടി. അപ്പൊ അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. വാക്കുകൾ വൊക്കാബുലറി അവരതിലേക്ക് വരുമ്പോൾ അവർക്ക് തനിയെ സംസാരിക്കാൻ ഉള്ള ഒരു പ്രേരണ ഉണ്ടാവില്ല. നമ്മുടെ ചെറുപ്പത്തിൽ ഹിന്ദി പഠിച്ച അങ്ങനെ ഹിന്ദി സിനിമ കണ്ടിട്ട് പഠിച്ചു. അപ്പൊ അതിനുള്ള ഒരു അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് അമ്മയച്ഛനും കല്യാണത്തിനും അമ്പലത്തിലും അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ പോകും. കുട്ടീനെ വീട്ടിലിരുത്തി അവനൊരു മൊബൈലും കൊടുക്കുക, അല്ലെങ്കിൽ TV വെച്ച് കൊടുത്ത് അവന് ബർഗറും തേങ്ങ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അവന് കൊടുത്തോ. നീ അത് കളിച്ചിരുന്നോ? കാൽപ്പരി മേടിച്ചോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് മേടിച്ചു 10 രൂപ കൊടുത്താൽ 20 രൂപ കൊടുത്താൽ ചോക്കപ്പാറും മേടിച്ച് അല്ലെങ്കിൽ കേക്കും മേടിച്ച് അവൻ കുറെ തിന്ന് വീട്ടിൽ ഇരിക്കും. നമ്മുടെ സംസ്കാരം എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ല. നമ്മൾ കാണുന്നത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ വലിയവരോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് അറിയില്ല. ബഹുമാന ആചാരങ്ങൾ ചടങ്ങുകൾ ഒക്കെ എങ്ങനെയുള്ള കൂട്ടുബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മൾ നിലനിർത്തുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിയുടെ തെറ്റാണോ? നമ്മൾ അതിനുള്ള നമ്മളെ ഒതുക്കണം ഇങ്ങോട്ട്. കുട്ടികളെ വേർപ്പെടുത്തി കഴിഞ്ഞാൽ അവര് വേറെ ഇവര് വേറെ. എന്തിനത്? കുട്ടിക്ക് ഭാഷയെ പരിചയപ്പെടാനും നമ്മുടെ സംസ്കാരം തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഇല്ലാണ്ടാക്കണം. പിന്നെ കുട്ടി എങ്ങനെ പഠിക്കും? നമസ്കാരമാണ്. അധ്യാപകനും കൂടിയാണ്. ഞാനുണ്ടായിരുന്നല്ലോ അന്നത്തെ ട്രെയിനിങ്. ഞാനല്ല ട്രെയിനിങ് അല്ലല്ലോ. ഓക്കെ. അപ്പൊ കുട്ടിക്ക് എവിടെ നിന്നാണ് അതിന്റെ അവസരങ്ങൾ കിട്ടുക? അപ്പൊ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നല്ലേ നമ്മളോട് ഇതില്ലേ? കുട്ടികൾക്ക് അവസരം ഉണ്ടാവണ്ടേ? എന്നിട്ട് നമ്മള് കുട്ടി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ കളിയാക്കും. അത് ലായല്ലടാ, അത് ലായണ്, ഇത് രായല്ലടാ, ഇത് രായാണ്, ഇത് തായല്ലടാ, ഇത് ഒരു ഒന്നും അറിയില്ല ഇതിനുള്ളതൊന്നും. അപ്പൊ ഉള്ള പറയാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ അത് പ്രയോഗിച്ചപ്പോ കളിയാക്കലോടുകൂടി പിന്നെ ഇതിലൊക്കെ മാറ്റം.
ഇതിലൊക്കെ മാറ്റം വന്നാൽ തന്നെ സാമൂഹ്യ നമ്മുടെ ജീവിത വീട്ടുകളിലെ അന്തരീക്ഷം മാറിയാൽ തന്നെയാണ് പിന്നെ വീട്ടുകാർ. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ 52 ആഴ്ചയുണ്ട്, 52 ആഴ്ച നമ്മുടെ വെക്കേഷനും ഒക്കെ പോയിട്ട് 22 ആഴ്ച കൂലി. അതൊക്കെ പല വിധത്തിലുള്ള ആഘോഷങ്ങളും ഇതൊക്കെ ആയിട്ട് കുട്ടീനെ മുടക്കും. മിനിമം 20 ആഴ്ച പോവും, പിന്നെ 32 ആഴ്ച കിട്ടുക. 2 മണിക്കൂർ ടീച്ചർമാർ വലിയ കാര്യത്തിൽ എടുത്തു. 2 മണിക്കൂർ അതിന്റെ 32 എത്രയും 64 മണിക്കൂർ. ഈ വിധത്തിലുള്ള ഒരു കുട്ടി വന്നാൽ ഭാഷയുമായിട്ട് ഒരു പരിചയമില്ല, താരാട്ട് കേട്ടിട്ടില്ല, കഥ കേട്ടിട്ടില്ല, സിനിമ കേട്ടിട്ടില്ല, വാക്കുകൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങളില്ല. ഇങ്ങനത്തെ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നാൽ ഈ 64 മണിക്കൂർ കൊണ്ട് മാതൃഭാഷ പഠിക്കും? എഴുതോ? പഠിക്കോ? ഇല്ല. അപ്പൊ കുട്ടികൾക്ക് നിങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്, രക്ഷാകർത്താക്കളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ അവര് പറയുന്ന വാക്കുകളെ നമ്മൾ നല്ല രീതിയിൽ ഇഷ്ടത്തോടെ വാക്ക് പറഞ്ഞ കുഴപ്പമില്ല എന്ന് അവൻ പറഞ്ഞ അവൻ പറഞ്ഞല്ലോ, അത് ളാക്ക് പകരം ആന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ശരി. അപ്പൊ ഒന്നുകൂടി ഏറ്റവും പറയുമ്പോഴേ അവനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ പറയാൻ ശ്രമിക്കും. എനിക്ക് അഭിനന്ദനം കിട്ടുന്നത് ഒന്ന്, അഭിനന്ദനത്തിന് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലേ? ബാറ്റിങ്ങിനും അഭിനന്ദനത്തിന് ഏത് കുട്ടികള് നമ്മൾ തന്നെ ഇല്ലേ? എന്റെ പേര് നമ്മള് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കുട്ടികളാകുമ്പോ ഒന്നും കൂടി കൂടുള്ളൂ. അപ്പൊ ഏത് ശ്രമങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഏത് ശ്രമങ്ങളെയും നമ്മൾ അഭിനന്ദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അതൊക്കെ ചെയ്യുമ്പോഴാണ് കുട്ടികൾ മടി കൂടാതെ അത് പ്രയോഗിക്കാൻ. അപ്പൊ പ്രയോഗിക്കാണ്ട് എന്താ വേണ്ടേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ? കുട്ടിയെ ഭാഷ കേൾപ്പിക്കണം. കുട്ടിയെ കഥ പഠിപ്പിക്കണം. അപ്പൊ ടീച്ചർമാര് കഥയും പാട്ടാണ് 2-3 മാസം കുട്ടിയെ ഭാഷ കേൾപ്പിക്കലാണ്. എഴുത്തിലേക്ക് കടക്കുന്നേയില്ല അല്ലേ? എഴുത്ത് അവിടെ ഇല്ല. ഈ കുട്ടീനെ ഭാഷ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. ഏറ്റവും രസകരമായി എൻ്റെ ഭാഷയെ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഭാഷയെ ഇഷ്ടപ്പെടുത്തുക. ഇതാണ് 2-3 മാസം ടീച്ചർമാർ ചെയ്യുന്നത് മലയാളം ക്ലാസ്സിൽ. എങ്ങനെയുള്ള കുട്ടികളെ ക്ലാസ്സിൽ വരുന്നതെന്ന് ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ, ഞാൻ പറഞ്ഞപ്പോ സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള കുട്ടികളല്ലേ വരുന്നത്. ആ കുട്ടിയുടെ ഭാഷ കേൾക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അവരെന്താ വെറുതെ ബോറടി മാറ്റാൻ പറ്റില്ല. അവർക്ക് സ്കൂളുകളിൽ ഇഷ്ടം പോലെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ ഏറ്റവും ബോറടിപ്പിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവർക്ക് ഏറ്റവും രസകരമായ രീതിയിൽ നമ്മൾക്ക് ആ ക്ലാസ് കൊണ്ടുപോകാൻ കഴിയണ്ടേ? അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ കഥകൾ, രസകരമായി കവിതകളും പാട്ടും അവർക്കും കൂടി പാടാൻ പറ്റാവുന്ന രീതിയിലുള്ള പാട്ടും, നാടൻ പാട്ടുകളായാലും കുട്ടിക്കവിതകളായാലും കഥകളായാലും അവരെ കഥകളും അവർ പറയുന്ന വാക്കിനൊക്കെ നമ്മുടെ ടീച്ചർമാർ അവരെ പ്രോത്സാഹിപ്പിക്കും. അവരെ കഥകൾ പറഞ്ഞാൽ അവർ കുഞ്ഞു കഥകൾ പറഞ്ഞാൽ അവരെ കൊണ്ട് പല കളികൾ കളിപ്പിക്കും. നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതികളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന കളികൾ കളിപ്പിക്കും. അങ്ങനെ ആ ഭാഷ അവന് എനിക്ക് ആവശ്യമുള്ളത് എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ എന്തൊക്കെ ആർക്കും എന്ത് ചെയ്താലും അതിനൊരു വരില്ല. നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ എന്ത് കഷ്ടതയായാലും നമുക്ക് അത് നേടിയെടുക്കാൻ തോന്നും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പൊ ആവശ്യകത ബോധം കുട്ടികളുണ്ടാകും. കുട്ടിയുടെ പേടി മാറും, നാണം മാറും, ഭാഷ പറയാൻ കുട്ടി തയ്യാറാവും. ഞാൻ പറയുന്നതൊക്കെ എനിക്ക് അഭിനന്ദനം കിട്ടുന്നുണ്ടെന്നുള്ളതാവും. അവന് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടും. ആ കുട്ടീനെ പഠിപ്പിച്ചാലേ ശരിയാവും. അപ്പൊ 3-4 മാസം നമ്മള് കുട്ടികൾക്ക് ഇപ്പൊ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയണ്ടേ? അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയാണ്. കുട്ടി ആദ്യം കേൾക്കും, കഥകളും കേൾക്കും, പാട്ടുകൾ പാടും, പിന്നെ പാടാൻ തുടങ്ങും, പറയാൻ തുടങ്ങും. അല്ലേ? LSRW വേണ്ടത് ശരിക്ക്. അപ്പൊ LSR ലിസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ്. അതാണ് അതിന്റെ സിസ്റ്റം.
അപ്പൊ ആദ്യം കേൾപ്പിക്കണം, പിന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കണം, പിന്നെ വായിപ്പിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ ചറപറ മഴ പെയ്യുന്നു, പടപട മഴ പെയ്യുന്നു, അത് നമ്മൾ പറയുമ്പോ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ ബോർഡിൽ എഴുതിയിടും. അപ്പൊ വെറുതെ അങ്ങോട്ട് കുട്ടീനെ കൊണ്ട് 10 പ്രാവശ്യം പറയുമ്പോ കുട്ടി കാണാതെ പറയുമ്പോ തുടങ്ങും അല്ലേ? പിന്നെ ചറപറ എന്ന് പറയുമ്പോ ചറ പറ. അപ്പൊ ചായ ഏതാന്ന് ചോദിച്ചാൽ കുട്ടിക്ക് പറയാൻ പറ്റും. റാ ഏതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന പദം ഏതാണ്, വാക്ക് ലെറ്റർ ഏതാണെന്ന് കുട്ടിക്ക് പറയാൻ പറ്റും. അപ്പൊ അവർക്ക് അറിയാവുന്ന കോൺഫിഡന്റ് ആയി ഇത് റായാണ് ടീച്ചർ പറഞ്ഞു ഓക്കെയാണ്, അന്ന് നീ അതൊന്ന് എഴുതിയെന്ന് വെച്ചാല കുട്ടി ഇഷ്ടം, ഒരു കമ്പൽഷനും വേണ്ട, കുട്ടി സുഖമായിട്ട് അത് എഴുതും. തറാന്ന് എഴുതും, പറാന്ന് എഴുതും, തറാന്ന് എഴുതും, നറാന്ന് എഴുതും, എന്ത് വേണമെങ്കിലും ആ കുറെ വാക്കുകൾ പറയാൻ പറഞ്ഞു. ഇപ്പോഴേക്കും കുറെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, കുറെ കുറഞ്ഞന്റെ കഥ പറഞ്ഞു കൊടുത്തു, കല്യാണത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു, ആ കഥ പറഞ്ഞു, ഈ കഥ പറഞ്ഞു, കുട്ടീനെ വാക്കുകളായിട്ട് ബന്ധപ്പെടുത്തി. വീടുകളിൽ വന്നാലും TV കാണുന്നുണ്ട്, അപ്പു പറയുന്നുണ്ട്, അമ്മ മലയാളത്തിൽ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നുണ്ട്, കുട്ടിക്ക് വാക്കുകളായി. ഇനി അവനോട് റാ വരുന്ന 10 വാക്ക് പറയാൻ പറഞ്ഞ കുട്ടി പറയും. അങ്ങനെയാണ് ഭാഷ പഠിപ്പിക്കുന്നത്. അതാണ് മലയാളം മിഷൻ ചെയ്തത്. അപ്പൊ 3 മാസം ടീച്ചറെ പേരൻസിന് പറഞ്ഞ് മനസ്സിലാക്കി പോരെ. അല്ല അതിനാണ് ഞാൻ പറഞ്ഞ മാക്സിമം പേരൻസിന് വിളിച്ചാലേ ആ പേരൻസ് മീറ്റിംഗ്, ഇനിയിപ്പോ ഞാനില്ലെങ്കിലും നിങ്ങൾ പേരൻസ് മീറ്റിംഗ് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ സമാജങ്ങളായാലും മറ്റ് സംഘടനകളായാലും നമ്മുടെ നടത്തുന്ന മത്സരങ്ങളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കാം. പ്രൈസിനല്ല, അവരെ പുതിയ കൂട്ടുകാർ കാണാൻ പറ്റും, പുതിയ ഐഡിയാസ് പങ്കുവയ്ക്കാൻ പറ്റും. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പെൻസിൽ കിട്ടിയാലേ അവർക്ക് എന്നെ സ്റ്റേജിൽ വിളിച്ച് മനസ്സിലാവും. കുട്ടിക്ക് അവിടെ ആ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടമുണ്ടാവും, ഉണ്ടാവില്ലേ? സ്വാഭാവികമാണ്. അത്ര അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോ എന്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജസിന് കുറ്റം പറയാനും സമാജക്കാരെ തെരുവിളിക്കാനല്ല നിൽക്കേണ്ടത്. എന്റെ കുട്ടി അവിടെ പോയി പങ്കെടുത്തു, അവന് 4 കൂട്ടുകാരെ കാണാൻ പറ്റി, ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കും. അതവരുടെ അവളുടെ വളർച്ചയ്ക്ക് വളരെ ഉപകാരമാണെന്ന് നമ്മൾ കണക്കാക്കാം. നമ്മുടെ സമൂഹമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടി, ഞങ്ങളത് അത്രേ നമ്മുടെ കുട്ടികൾക്ക് പറ്റുള്ളൂ. അത് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ശ്രമം ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. എനിക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നല്ലൊരു പടം വരയ്ക്കണം, ഡ്രോയിങ് കുട്ടി തനിയെ ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മളും കൂടി ഒന്ന് ഇത് ചെയ്യുമ്പോ ഇതല്ലടാ നീ അന്ന് ചെയ്തത് ഇത് മോശമാണ്, ഇതല്ലേ നല്ലത്, അത് ഇതൊന്ന് വെച്ച് നോക്കിയാന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇതൊക്കെ ചെയ്താൽ എവിടെയും ചെയ്യും. ഓക്കെ, അപ്പൊ കുട്ടി പതിയെ പഠനത്തിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മുടെ മലയാളം മിഷനിലെ പഠനം നടത്തുന്നത്. ഇത് നമ്മൾ രക്ഷാകർത്താക്കളെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ഈ കുട്ടി പിന്നെ ഈ കുട്ടി 3 മാസം കഴിഞ്ഞ ഈ കഥകളും കേട്ട് ചറപറ എന്ന് പറയുമ്പോ പടപട മഴ പെയ്യുന്നു എന്നുള്ള കുട്ടി പഠിക്കുന്നത് ഒരു വാക്കല്ല. നിങ്ങൾ വിചാരിക്കും 4 മാസം കഴിഞ്ഞ് കുട്ടി എഴുതാൻ പോകുന്നത് 10 വാക്കായിരിക്കും, 10 അക്ഷരങ്ങളായിരിക്കും. അതെല്ലാം അവന്റെ ഭാവനയിൽ നിന്നും അവന്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്നും വരുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ വളരെ നിസ്സാരമായ പണികളാണ്. ടീച്ചർക്ക് ഒരു വഴികാട്ടിയുടെ പണിയുള്ളൂ അവിടെ, ഫെസിലിറ്റേറ്റർ. അപ്പൊ നമ്മൾ 3 മാസത്തെ എഴുതിയില്ല എന്നുള്ളത്, 6 മാസം എഴുതിയില്ല എന്നുള്ളത് ആ സംഘടന തീർന്നു. പിന്നെ എഴുതുന്നത് കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇഷ്ടംപോലെ വാക്കുകളും പദങ്ങളും അക്ഷരങ്ങളും ഒക്കെയാണ്. അവിടെ അക്ഷരം പഠിപ്പിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആദ്യം ചെയ്യേണ്ട രീതികൾ എന്താണെന്നുള്ളതാണ് നമ്മുടെ തുടക്കത്തിലുള്ള ഒരു ഇത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്ലാസ് കുട്ടിയും അധ്യാപകനും വീട്ടിലെ അന്തരീക്ഷങ്ങളും. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 മണിക്കൂറോ 64 മണിക്കൂറോ ടീച്ചർ 2 മണിക്കൂർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടാവുന്നതല്ല. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞ് രക്ഷാകർത്താക്കൾ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവരെ സഹകരണമാണ്. പൊതുവെ മലയാളം മിഷൻ എന്താ ചെയ്യുന്ന വെച്ചാൽ, മലയാളം മിഷൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി തന്നു. മലയാളം മിഷന്റെ രീതി എന്താ? ഞങ്ങൾ
അവർ പുസ്തകം തരും, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കും, അതുപോലെ പരീക്ഷ നടത്തും, കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, ചെറിയ ചെറിയ മത്സരങ്ങൾ നടത്തും, അതിൻ്റെ പ്രൈസ് കൊടുക്കും. ഇതൊക്കെയാണ് മലയാളം മിഷൻ ചെയ്യുന്നത് ഒരു സർക്കാർ ഇടപെടൽ എന്ന നിലയ്ക്ക്. ബാക്കിയൊക്കെ ചെയ്യേണ്ടത് എന്താ, സർക്കാരിനോട് നമ്മൾ ഒരു മലയാളം മിഷന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങൾ മലയാളം മിഷൻ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉത്തരവാദിത്വത്തോടു കൂടി മലയാളം മിഷൻ പാഠ്യപദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സമാജമോ ഒരു മറ്റ് മലയാളി സംഘടനയോ മലയാളം മിഷന് ലെറ്റർ കൊടുക്കുമ്പോഴാണ് ഒരു ക്ലാസ് ആരംഭിക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തീരാം. അപ്പോ ആ ലെറ്റർ കൊടുക്കുന്നതിന്റെ അനുസരിച്ചിട്ടാണ് അപ്പം പുൽഗാവ് ബദലാപ്പൂരും മലയാളി സമാജം അങ്ങനെ ഒരു ലെറ്റർ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വരും, നിങ്ങൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം, അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് വന്നിരിക്കാനുള്ള ക്ലാസ്സിൽ ഇതേപോലെയുള്ള ഒരു സൗകര്യം, മറ്റോ ഡെസ്കോ അല്ലെങ്കിൽ കസേരകളോ ബ്ലാക്ക് ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കേണ്ടതാണ്. അതേപോലെ ഞങ്ങൾ ഇന്ന ദിവസം നടത്തുന്ന പരിശീലനത്തിൽ നിങ്ങളുടെ അധ്യാപികമാരെ അയക്കണം. മലയാളം മിഷന്റെ പരിശീലനം കിട്ടിയ അധ്യാപകർ മാത്രമായിരിക്കണം ആ ക്ലാസ് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെയാണ് മലയാളം മിഷന്റെ വരിക. അപ്പോൾ സംഘടന എന്ത് വിചാരിക്കും? 2 ടീച്ചർമാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരല്ലേ, ഭൂരിഭാഗം ആൾക്കാരും വിദ്യാഭ്യാസപരമായിട്ട് 10ാം ക്ലാസ്സിൽ കുറവായിട്ട് ആരും വരുന്നില്ല, അതിനപ്പുറം വിദ്യാഭ്യാസമുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും 2 സ്ത്രീജനങ്ങളെ ഭൂരിഭാഗം ഇപ്പോൾ അവരാണ് മലയാളം മിഷനിൽ ഇതായിരിക്കുന്നത്. അവർ 2 തെരഞ്ഞെടുത്ത് വിടും, പരിശീലനം കിട്ടി, പിന്നെ അവരെ ജോലി കഴിഞ്ഞു എന്നാണ് അവർ വിചാരം. അതല്ല, ആ കുട്ടികൾ നമ്മൾ ആ ക്ലാസ്സിലേക്ക് വേണ്ട കുട്ടികളെ നമ്മുടെ അംഗങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും കണ്ടെത്തി ഇവിടേക്ക് കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ മലയാളം മിഷനിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അവരെ റെക്കോർഡുകൾ സൂക്ഷിക്കണം. അവരെ രീതികൾക്ക് അനുസരിച്ച് മലയാളം മിഷന് ആവശ്യപ്പെടുന്ന ഇതുകൾ അവർക്ക് കൊടുക്കണം. ക്ലാസ്സിൽ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ടീച്ചർമാരും ഭൂരിഭാഗം ഒരു 10% വീട്ടമ്മമാരായിരിക്കും. എന്നാലും ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകണവരാണ്. അപ്പൊ അവർക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം ഈ ക്ലാസ് എടുക്കാൻ. അപ്പൊ ഇവിടെ ക്ലാസ്സിലുണ്ടാവുന്ന വിഷമതകളൊക്കെ അവർക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പൊ ഒരു 10 കുട്ടികളുള്ള ക്ലാസ്സിൽ 2 കുട്ടികളോ 3 കുട്ടികളോ വരുന്നുള്ളൂ, ബാക്കി കുട്ടികൾ അവിടെ പോയി. അപ്പൊ ടീച്ചർക്ക് ഇപ്പൊ ഇപ്രാവശ്യം ഇതിൽ 3ലെ ദോശ എടുത്തുകൊണ്ടിരിക്കുന്നു, അടുത്ത ക്ലാസ്സിന്റെ എടുക്കാൻ പോകുമ്പോ അടുത്തത് പലഹാരങ്ങളെ കുറിച്ച് ഉണ്ടാക്കണം. അപ്പൊ അതിനെ കുറിച്ച് ക്ലാസ് പാഠാസൂത്രണം തയ്യാറാക്കണം. നേരത്തെ പറഞ്ഞ രീതിയിൽ കുട്ടികളെ രസകരമായി ക്ലാസ് കൊണ്ടുപോകണ്ടേ? അപ്പൊ അതിന് ഒരു നോട്ട് തയ്യാറാക്കണം. ഇന്ന് അരവിന്ദൻ അവൻ കുറച്ച് പിന്നോട്ടാ, അപ്പൊ അവനിപ്പോ ഇത് പഠിപ്പിക്കാൻ എന്ത് കളിയാ, എന്ത് കാര്യം ചെയ്യാം, ടീച്ചർക്ക് അവിടെ എഴുതിണ്ടാക്കണം, അവന് വരാൻ പറ്റിയ മാർഗം ഉണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റു കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അതായത് കൂട്ടായി ഒറ്റയ്ക്കും ചെയ്യാവുന്ന ഒരു ഇതിൻ്റെ എഴുതി മാനുവൽ, ടീച്ചിങ് മാനുവൽ എന്ന് പറയും ഇംഗ്ലീഷ് പറഞ്ഞു. ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു ടീച്ചർക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് ആലോചിച്ചിരുന്ന് കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ടീച്ചർക്ക് പോവുക. അതിന് ഗെയിം വേണം, കുട്ടികൾക്ക് പാട്ട് പഠിക്കണം, കുട്ടിപ്പാട്ട് ഉണ്ടാക്കണം, അതിന് യൂട്യൂബും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ തയ്യാറാക്കി അത് എഴുതിണ്ടാക്കണം. കളികൾ വേണം കുട്ടികൾക്ക്, പദപ്രശ്ന അല്ലെങ്കിൽ പദതമ്പൂല് പദസൂര്യൻ എന്താ വേണമെന്ന് വെച്ചാൽ ആ അക്ഷരത്തിന് പറ്റി അത് തയ്യാറാക്കണം. എങ്ങനെയാണ് കുട്ടികൾക്ക് ബോറടിക്കാതെ ആ ക്ലാസ് രസകരമാക്കാൻ ആലോചിച്ച് ടീച്ചർ എഴുതിണ്ടാക്കണം. അപ്പോൾ ടീച്ചർ ഇത് എഴുതിണ്ടാക്കുക, കുട്ടികൾ ക്ലാസ്സിൽ വരാത്തതിനെ കുറിച്ച് അതിൻ്റെ പരിഹാരം തേടി നടത്തുക, കുട്ടികളെ അന്വേഷിക്കാൻ പോവുക, ഇതൊക്കെ ചെയ്യാം. വീട്ടിൽ ഓൾറെഡി ഭർത്താക്കന്മാരുടെ പകുതി മനസ്സോടു കൂടിയാണ് ഇത് വരുന്നത്, അതിൻ്റെ ഇടയിൽ ഇതും കൂടി ചെയ്യാനോ. അപ്പൊ അവർക്ക് സുഗമമായി അവരെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഏതാ? സംഘടനകളാണ്.
അതിനാണ് ഈ മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടനാ ഭാരവാഹികൾ കൂടി അതിന്റെ ഭാഗമാവുന്നത്. ഇത് നേരത്തെ നമ്മുടെ ഈ സംഘടനയുടെയും ഈ അധ്യാപകരുടെയും മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് രക്ഷാകർത്താക്കൾ നേരത്തെ പറഞ്ഞ ജോലികൾ ചെയ്യണ്ടേ. വീട്ടിൽ അതിനുള്ള സമാന അന്തരീക്ഷം കുട്ടികൾക്ക് മലയാള ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ശ്രദ്ധ. കുട്ടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ആഴ്ചക്ക് എന്തെങ്കിലും കുട്ടി ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇമ്പോസിഷനും അങ്ങനെ കോപ്പി റൈറ്റിംഗ് ഒന്നും ആയിരിക്കില്ല. തുടർ പ്രവർത്തനങ്ങൾ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിനെ കുറിച്ച് എന്തെങ്കിലും, നിങ്ങളുടെ നാട് ഏതാണ്, ആ നാട്ടിലെ ഉത്സവം ഏതാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ എന്തൊക്കെ നടക്കുന്നു കുട്ടികൾ നാളെ ക്ലാസ്സിൽ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ചോദിക്കണം. എന്താണ് അന്ന് ടീച്ചർ പറഞ്ഞു ഉത്സവത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ അവിടെ നടക്കുന്ന ഉത്സവം ഏതാണ്, അവിടെ എന്തൊക്കെയാണ് പരിപാടി, അതൊക്കെ കുട്ടി ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ വീട്ടുകാരെ ജോലിയാണ്. അപ്പൊ വീട്ടുകാരും കൂടി അതിന്റെ ഭാഗമാവണം. അങ്ങനെ എല്ലാവരും കൂടി ഭാഗമാവുമ്പോഴാണ് ഈ നമ്മുടെ ഭാഷയും പഠിക്കും, നമ്മുടെ സംസ്കാരവും ഉൾക്കൊള്ളും. കുട്ടികളുടെ ഭാവിയിലേക്കുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നേരത്തെ പറയുന്ന പോലെ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ അവർ പകച്ചു നിൽക്കാതെ അതിനും എനിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റാളായിട്ട് എൻ്റെ കൂട്ടുകാരനായിട്ട് സഹകരിക്കാം, ചോദിച്ചറിഞ്ഞ ഒരു ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കും. ഒരു മനസാന്നിധ്യത്തോടു കൂടി സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ ആ പ്രതിസന്ധിയെ എങ്ങനെ കടന്നു പോകണം, തരണം ചെയ്യണം എന്നൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കഴിവോടുകൂടി കുട്ടി വളരും. മറ്റ് പണ്ട് നമ്മൾ സംഘടനകളൊക്കെ മലയാളം പഠിപ്പിച്ചിരുന്നു. ബസ്സിന്റെ ബോർഡ് വായിക്കുക, സ്ഥലത്തിന്റെ പേര് വായിക്കുക, അച്ഛന്റെ പേര് വായിക്കുക, കഴിഞ്ഞു. അത് അച്ഛനമ്മയും പറഞ്ഞ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഈ മലയാളം പഠിച്ചു അറിഞ്ഞു വിടും. ഒരു വർഷം 6 മാസം കഴിയുമ്പോ അത് ഇതെന്താ ഇതിങ്ങനെ ഞാനാണോ താന്നാണോ ലാന്നാണോ ലാന്നാണോ എന്തോ ഉണ്ട്, ഇങ്ങനെ പഠിച്ച അങ്ങനെയായി, ഇങ്ങനെ പഠിച്ച അങ്ങനെയാണെന്ന് പറഞ്ഞ് തപ്പി തടയുന്ന പിള്ളേരെയാണ് നമ്മൾ പണ്ട് ഭാഷ പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അത് ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ താൽക്കാലിക പരിസാധ്യത്തിന് വേണ്ടി ചെയ്ത പോലെ ഒരു പ്രവർത്തനം. ഇത് നമ്മൾ നേരെ മറിച്ച് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കുട്ടികളെ ബന്ധപ്പെടുത്തുക. അവർക്ക് രസകരമാകുമ്പോൾ എന്താണ് നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ക്ലാസ്സുകൾ രസകരമാവണമെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടണം. അവർ ജീവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, ബദലാപൂരാണ്. അപ്പൊ ബദലാപൂരിലുള്ള ജീവിത സാഹചര്യങ്ങൾ അവർ കാണുന്ന കാഴ്ചകളിലൂടെ ആയിരിക്കണം, ബന്ധപ്പെടുന്ന ജീവിതങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ ഭാഷയുടെ മൂല്യങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങണം. അപ്പോഴേ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗീർവണം പറഞ്ഞുകൊണ്ടിരുന്ന, ഞാനിപ്പോ നിങ്ങളോട് പറയുന്ന പോലെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ബോറടിക്കും. അവർ കുട്ടികളാണ്, മനസ്സിലായ? അപ്പൊ അത് അങ്ങനെയും കൂടി അതിൻ്റെ രസകരമാവുന്നതിന്റെ വേറൊരു ഭാഗമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ക്ലാസ് നിർമ്മിക്കുന്നെങ്കിൽ മാത്രമേ മലയാള പഠനം നമ്മുടെ ശരിയായ അർത്ഥത്തിൽ കുട്ടികൾ എന്നും നമ്മുടെ പുതുതലമുറ നമ്മുടെ സംസ്കാരവും ഭാഷയും പഠിക്കുന്ന കുട്ടികളായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അത് എല്ലാവരും സഹകരണം ആവശ്യമാണ്. അപ്പൊ എല്ലാവരും സഹകരിച്ചാലേ ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാദ്യം മനസ്സിലാവും. ഏറ്റവും നിലനിൽപ്പിന് ആവശ്യം നമുക്ക് ഇതേപോലുള്ള സ്ഥാപനങ്ങൾ, ഈ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ പണ്ട് പറഞ്ഞില്ല, 60-70 കൊല്ലം മുന്നും ആൾക്കാർ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഷയും സംസ്കാരം അറിയാത്ത ഒരു പുതുതലമുറ വന്നാൽ ഇതൊക്കെ അന്യതിനെ വിട്ടു പോവില്ലേ? അപ്പൊ ഇന്ന് എന്തെങ്കിലും ഈ ക്ലാസ്സിന് മലയാളം ക്ലാസ്സിന് വേണ്ടി ചെലവാക്കുന്നത് അവർക്ക് ആ സംഘടനകൾക്ക് ഒരു മുതൽക്കൂട്ടാണത്, അവരൊരു നിക്ഷേപമാണ് അത്. ഈ തലമുറേനെ നമ്മുടെ കൂടി ഇപ്പൊ കുട്ടികൾ സൂര്യകാന്തിയും ആമ്പലൊക്കെ ആകുമ്പോ അവർക്ക് യൂത്ത് വിങ്ങും ചിൽഡ്രൻസ് ക്യാമ്പും അതും ഇതൊക്കെ നടത്തി ഇതിന്റെ സമാജത്തിന്റെ ഓരോ പരിപാടികളിലും അവരെ ഭാഗമാക്കണം. അവർക്ക് നേതൃത്വപരമായിട്ട് എന്തെങ്കിലും പൊസിഷനൊക്കെ കൊടുക്കണം. അതിന്റെ മേൽനോട്ടം നമ്മൾ വലിയ ആൾക്കാരായിരിക്കണം. അവർ ചെയ്യട്ടെ, അവരുടെ രീതിയിൽ ചെയ്യട്ടെ. അതിൽ നമ്മുടെ ആശയങ്ങൾ കൂട്ടിച്ചേർത്താൻ നോക്കാം. നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ, നമ്മുടെ ഭാഷയുടെ കാര്യങ്ങൾ അവർ പുതിയ നമ്മൾ ചെയ്ത പോലെ തന്നെ അവർ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധിക്കരുത്. അവർ ചെയ്യണം. പക്ഷെ ഈ ഭാഷയും മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ അതിൽ ഉൾപ്പെടുന്നത് അവരെ പുതിയ രീതിയിലായിരിക്കട്ടെ, അതിനെ പ്രോത്സാഹിപ്പിക്കാം. അല്ലാണ്ട് നമ്മൾ ചെയ്ത തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കലൊന്നുമില്ല. അപ്പൊ ഇവിടെ ഈ സ്ഥാപനം നിലനിൽക്കും, നമ്മുടെ കുട്ടികളും നിൽക്കും, നമ്മുടെ കുടുംബവും നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ വലിയ ഈ കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഡൈവേഴ്സൊക്കെ
കുറച്ച് കുറയും. അച്ഛനമ്മയ്ക്കും മണി ഓർഡർ അയച്ചു കൊടുത്തിട്ട് സുഖമായിട്ട് ജീവിക്കാന്നുള്ള മക്കളുടെ ആശയം. അച്ഛൻ ഞാൻ മാസം 5000 രൂപ കൊടുക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? ടെക്നിക്കലി എന്താ ഒരു കുഴപ്പമില്ലല്ലേ? ആണ് എന്നെ നോക്കി വളർത്തിയതിന് അച്ഛന് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അച്ഛനമ്മയ്ക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. കാര്യമില്ല. അപ്പൊ അതല്ല നമ്മൾ ഒരു നമ്മുടെ സംസ്കാരവും ജീവിതവും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും അതല്ലാതെ കുട്ടീനെ അവരെ ആ തിരിച്ചറിവിലൂടെ വളർത്തി ഭാഷ പഠിപ്പിച്ചാൽ മാത്രമാണ് നടക്കുള്ളൂ. ഇതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ അതിന് അത്തരത്തിലൊരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചാല് അത് മാസത്തിലൊരിക്കലെങ്കിലും കൂടണം. അതിന് സംഘടനാ ഭാരവാഹികൾ ഉണ്ടായിരിക്കണം. വെറുതെ പേരിനുള്ള ഭാരവാഹികളല്ല. ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരും അതിന് ഒരു കുറച്ച് സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. അപ്പൊ സംഘടനാ ഭാരവാഹികൾ വേണം. ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോ ആ ടീച്ചർ ഇതിന്റെയും കൂടിയും മെമ്പറാണെന്നുള്ള രീതിയിൽ ആ ടീച്ചർ എല്ലാം പിടിച്ച് ഏൽപ്പിച്ച ആ ടീച്ചർ എന്തൊക്കെ ചെയ്യും അറിയാവുന്നതല്ലേ? ടീച്ചറെ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കുക. ഈ വക കാര്യങ്ങൾ വേറെ ആളെ ഏറ്റെടുക്കുക ചെയ്യണം. എന്നാലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ടീച്ചറേതായ രീതിയിൽ ചെയ്യാനുള്ള ഒരുപാട് പണിയുണ്ട്. അവർക്ക് സ്വയം പഠിക്കണം. അവർ ഈ ട്രെയിൻഡ് ടീച്ചേഴ്സ് ഒന്നല്ല. അവർ ഈ പാട്ടോട്ടും ഇതിനോട്ടുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പൊ അവർക്ക് മുൻകൂട്ട് ഓരോന്ന് കുട്ടികൾ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം, അത് അന്വേഷിക്കണം. അവർ സ്വയം പഠിക്കണം, അവരും നവീകരിക്കണം. ഡെയിലി അവരും വായിക്കും, അവരും നവീകരിക്കപ്പെട്ടാണ്. അപ്പൊ ആ ടീച്ചർക്കും വന്നാലേ അവർക്കൊരു താല്പര്യം വരുള്ളൂ. എനിക്ക് അവസരങ്ങൾ ഒരു കുട്ടിയുടെ കഠിനമായ ഒരു ചോദ്യത്തിന് അവർ ഉത്തരം കണ്ടുപിടിച്ച് അത് പ്രസന്റ് ചെയ്ത കുട്ടി പ്ലീസാവുമ്പോൾ സന്തോഷിക്കുമ്പോൾ നമുക്കും ആ ടീച്ചർക്കും കോൺഫിഡൻസ് വരും. എനിക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അവരും കൂടുതൽ ഇതാവും. അങ്ങനെയാണ് ആ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അവർക്ക് അതിന് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അപ്പൊ സംഘടനയുടെ ഭാരവാഹികൾ ശരിയായിട്ടുള്ള ഉത്തരവാദിത്വത്തോട് പ്രവർത്തിക്കണം. അധ്യാപകർ അവരെ ജോലി ചെയ്യണം, രക്ഷാകർത്താക്കൾ അവരെ ജോലി ചെയ്യണം. പിന്നെ ഭാഷാ പ്രേമികളായ ജനറൽ കൗൺസിലും മെമ്പർമാർ അങ്ങനെയുള്ളവർക്ക് അവരും കൂടി സഹായങ്ങളുടെ പഠനയാത്രകളും മത്സരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് എല്ലാം ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഇത് കൂടി പോയാൽ നമ്മുടെ സ്ഥാപനത്തിനും നല്ലതാണ്, നമ്മുടെ പുതുതലമുറയ്ക്കും നല്ലതാണ്. എല്ലാം കൂടി നല്ലൊരു വിജയം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇതിൽ ഈഗോയിസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വലുത്, ഞാൻ ചെറുത്, ഞാൻ സീനിയർ, ഞാൻ ഈ ജൂനിയർ, അങ്ങനെയൊന്നും ഇല്ല. ആർക്കാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യട്ടെ. പരസ്പര ബഹുമാനം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അത് ആവശ്യമാണ്. അത് നമ്മുടെ ഇതിൽ നിന്നല്ല ഏത് പ്രവർത്തിയിലും നമ്മുടെ കൈമുതലായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പരസ്പര ധാരണയും ബഹുമാനമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു ഇതൊന്നും വേണ്ട. ഇന്ന് വന്നാലും ഇപ്പൊ പലരും ഉണ്ടാവും. അവര് നമ്മളോട് പറയാമോ ശരിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്താൽ ശരിയാവില്ല, ടീച്ചർ മാഷ അവരോട് പറ എന്നാലും ശരി. പലയിടത്തും കേൾക്കുന്ന ഒരു ഇതാണ്. എല്ലാവരും സമമാണ്, ഈക്വലൈസ് ആയിട്ട്. നമ്മുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. നമ്മളതല്ല, ടീച്ചറായിട്ട് ഒരിക്കലും നമ്മൾ ക്ലാസ്സിൽ പോകുന്നില്ല. നമ്മൾ കുട്ടികളിൽ ഒരാളെ ഒരു വഴികാട്ടി മാത്രമാണ്. നമ്മളൊരു അവരെ ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിന്റെ അവിടെ ഈ സാധനം ഒന്ന് പതുക്കെ ഒന്നും ഇങ്ങനെ കിടന്നാൽ മതി. അപ്പൊ ആ ഒഴുക്ക് അവിടെ, അപ്പൊ നമ്മൾ ആ ഒഴുക്കിനൊന്ന് ഇതിനൊന്ന് മാറ്റി കൊടുക്കുന്നു. അപ്പൊ സുഖമായിട്ട് അത് പോയി. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അവിടെ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. എല്ലാവരും കൂട്ടായിട്ട് ഒരേ മനസ്സോടെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടായാൽ വിട്ടുവീഴ്ചയ്ക്ക് ഇതിനൊക്കെ ശരിയായി നമ്മുടെ അനിയനാണ്, ചേട്ടനാണ്, ചേച്ചിയാണ്, നമ്മളാണ്. ആ രീതിയിൽ നല്ല സഹകരണത്തോടു കൂടി പോയാൽ നമ്മുടെ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ. അപ്പൊ അത്തരത്തിലൊരു കമ്മിറ്റി കൂടി ഉണ്ടോ ജിനേഷേ? അതൊന്ന് പുതുക്കണം. അതിൽ അനീഷുണ്ട്. അപ്പോൾ അതൊന്ന് പുതുക്കിയ ഒരു കമ്മിറ്റി ഈസ്റ്റിലെ ക്ലാസ്സിൽ ഉണ്ടാക്കണം. വെസ്റ്റിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വിനു രക്ഷിതാക്കളായിട്ട് എന്നതാണ്, ടീച്ചറുണ്ട്. പിന്നെ നമ്മളെ സമാജം വെസ്റ്റിൽ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസ്റ്റിലെ നമ്മളെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല, മീറ്റിംഗ് നമ്മൾ ഒരു മീറ്റിംഗ് കൂടിയതേ ഉള്ളൂ. ഇനി മാഷ് പറഞ്ഞ പോലെ എല്ലാ മാസവും മീറ്റിംഗ്
കൂടണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഓരോ കുട്ടി വരുന്ന ഒരു കുട്ടി വന്നാൽ പിന്നെ ആ കുട്ടി തിരിച്ച് കൊഴിഞ്ഞു പോയിരുന്നു. നമ്മുടെ കുറ്റം കൊണ്ട് കൊഴിഞ്ഞു പോയിരുന്നു. അത്തരത്തിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ. നമ്മൾ ഫെബ്രുവരി 9 ഒരു വിനോദയാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഠനയാത്ര എന്തെങ്കിലും തൽക്കാലം വിനോദയാത്ര ആദ്യം തന്നെ പഠനത്തിലേക്ക് കുട്ടികൾ അല്ല, വിനോദയാത്ര പേരിട്ടാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം. അതിൽ കളികളൊക്കെ നമ്മുടെ ഭാഷകളുമായി ബന്ധപ്പെട്ട കളികളായിരിക്കണം. അതാണ് അതിന്റെ ഉദ്ദേശത്തിൽ കൂട്ടായ്മ കൂടി ചെയ്യാൻ. അപ്പൊ പേരൻസിനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും കളികളും ഗെയിമുകളൊക്കെ അവിടെ ഉണ്ടാക്കാം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട്. വേറെ ഒരു രീതിയിൽ നമ്മൾ കോമ്പിനേഷൻ വരുമ്പോ, കൂട്ടായ്മ വരുമ്പോ നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറുന്നു, അതൊക്കെയാണ് അതിൽ നേടിയെടുക്കാവുന്നത്. അപ്പൊ അത് പ്രാവർത്തികമാക്കാം. അതല്ല ഏത് ശ്രമവും അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകാം. നമുക്ക് ചെറുപ്പം പക്ഷെ എന്തെങ്കിലും പറയും ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്, സമയം കിട്ടാറുണ്ടോ? ആഗ്രഹമുണ്ട് അല്ലേ? പിന്നെ ക്ലാസ്സുകൾ മുടങ്ങാതെ നോക്കുക. കാരണം വെച്ചാൽ നിങ്ങളിപ്പോ ക്ലാസ് എടുക്കുന്നത് ജിനേഷാണ്. ജിനേഷ് വരാൻ പറ്റിയില്ല, പെട്ടെന്ന് പനി വന്നു, ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ക്ലാസ് കൊടുക്കരുത്. ആരെങ്കിലും നിങ്ങൾ പ്രായമുള്ള ആരെങ്കിലും കിട്ടിയാൽ തന്നെ ജിനേഷ് ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യേണ്ടതുള്ളൂ. ആ കുട്ടീനെ കഥ പറയാം, പാട്ട് പഠിപ്പിക്കാം, മറ്റു കഥകൾ പറയാം, പഴഞ്ചൊല്ലുകളും ഇതൊക്കെ. അവരെന്തെങ്കിലും ഒരു 2 മണിക്കൂർ ഈ ഭാഷയുമായിട്ട് അവരെ ബന്ധപ്പെടുത്തി അവർക്ക് രസകരമായ രീതിയിൽ പോകാവുന്ന രീതിയിൽ ഒരാള് അത് ഏറ്റെടുക്കുക. കുട്ടികൾ വന്നിട്ട് മാഷില്ല അല്ലെങ്കിൽ ക്ലാസ് പറഞ്ഞിട്ട് അതില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ക്ലാസ്സിൽ പോകുമ്പോൾ തികച്ചും തയ്യാറെടുപ്പോടുകൂടി തന്നെ അധ്യാപകർ പോകാൻ പാടുള്ളൂ. പക്ഷെ ക്ലാസ് മുടങ്ങാനും പാടില്ല. മുടങ്ങാതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരെ രസകരമായിട്ട് അവരെ ആ ദിവസം പോകാനുള്ളത് പറയാം. എന്നൊക്കെ പറയാമല്ലോ. നമ്മൾ ഇന്ന് മാഷിന് സുഖമില്ല, ഇന്ന ദിവസം കഴിഞ്ഞ് പെട്ടെന്നാണ് അല്ലെങ്കിൽ വരാൻ പറ്റില്ല, വേറെ ഒരാൾ പകരത്തിന് വന്നാൾ. നമ്മൾ സ്കൂളുകളൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടീച്ചർ പറഞ്ഞില്ല, കണക്ക് മാഷ് വന്നില്ല, അതിന് പകരം മ്യൂസിക് മാഷ് വന്നു, എല്ലാവരും കൊണ്ടും പാട്ട് പഠിച്ചു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കേസല്ല. അതന്നെ കേസ് ഇവിടെ ചെയ്യാം. അപ്പൊ കുട്ടികൾ ഉണ്ടായിട്ട് കുട്ടികൾ മടങ്ങി പോകുന്ന ക്ലാസ്സില്ലാന്നൊരു രീതിയിലുള്ള ആ സ്വഭാവം വേണ്ട. അങ്ങനെ പൊതു ആവശ്യങ്ങൾക്ക് വരുമ്പോൾ നമുക്കിപ്പോ സമാജത്തിന്റെ വാർഷികം വരുന്നു, അല്ലെങ്കിൽ വേറെ പൊതുവായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നു. അങ്ങനെയാകുമ്പോൾ പൊതുവായ ഒഴിവ് കൊടുക്കാം. പക്ഷെ ഒരാളുടെ ഒരു ഇതുകൊണ്ട് ക്ലാസ് മുടങ്ങി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഓക്കെ, അതിന് പാരൻസും മുന്നോട്ട് വരണം. പാരൻസും ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഫ്രീ ആണ്, പാരൻസും വരാം, എന്താ പ്രശ്നം? അങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഇതിൽ അങ്ങനെയൊന്നുമില്ല. 10ാം ക്ലാസ് മലയാളം മിഷൻ ആവശ്യപ്പെടുന്നത് എന്താ? 10ാം ക്ലാസ് വരെ മലയാളം എഴുതാനും വായിക്കാനും ഭാഷ കൈകാര്യം ചെയ്യാനും പഠിച്ചിട്ടുള്ള ആൾക്ക് മലയാളം മിഷന്റെ അധ്യാപികയാണ്. പക്ഷെ മലയാളം മിഷന്റെ ട്രെയിനിങ് എടുക്കണം, അത്രയാണ് പറയുന്നത്. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചെറുപ്പകാലത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ എന്തായിരുന്നു ഇപ്പൊ ഈ സാധനത്തിന് പകരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഇതിന്റെ പേര് അവരെ കുട്ടിക്കാലത്ത് വേറെ പേരുകളായിരിക്കും, അവരെ നാടിന്റെ പേരെന്നെ വരെ ഇരിക്കാം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു കഥയെ കുറിച്ച് പറയാനുണ്ടായിരിക്കും. അപ്പൊ അത് ആ കഥ അവരെ കൊണ്ട് പാടിക്കുക, അവരെ പാട്ട് അതൊക്കെ ഒരു ദേശത്തിന്റെ കഥ പറയാനും ഒരു പ്രദേശത്തിന്റെ രസകരമായ ഒരു അനുഭവം പറയാനൊക്കെ മുത്തശ്ശനും മതിയാവും. അപ്പൊ അവർക്ക് ഇൻവോൾവ്മെന്റ് വരുമല്ലോ. അതാണ് നമുക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു കമ്മിറ്റി എവിടെയും എല്ലായിടത്തും ഉണ്ടാവണം. ഇങ്ങനെ ശരിയായി പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം, പേര് കടലാസിൽ ഒതുങ്ങുന്നതായിരിക്കും. അത്തരം കമ്മിറ്റി മാസത്തിലൊരിക്കൽ കൂടണം. നമ്മുടെ ക്ലാസ്സിലെ അവസ്ഥകളെ കുറിച്ച് ചർച്ച ചെയ്യണം. എന്താണ് നമുക്ക് പരിഹാരമായത്? എന്തെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടായ്മ ചെറുതായിട്ട് തുടങ്ങാം. പക്ഷെ നിങ്ങളാണത് കർശനമായിട്ടും നിങ്ങൾ പാലിച്ചു പോകേണ്ടത് നിങ്ങളാണ്.
പേരൻസിനായാലും പറയാം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അധ്യാപകരായാലും എന്തെങ്കിലും പറയാം. പിന്നെ ഈ സംഘടന ഭാരവാഹികളൊക്കെ ഇവർക്കൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടുത്തെ 3-4 പിള്ളേരൊക്കെ അറിയാം. ആ കുട്ടികളെ പരീക്ഷ കഴിഞ്ഞാൽ അവരെ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോ അവിടെ ഉള്ളതുകൊണ്ട് ചെമ്പൂർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് തരും. ഇനിയിപ്പോ അതിന് ശേഷം എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ വന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കണം. ഈ സർട്ടിഫിക്കറ്റിന് ഒരു വേറെ ഇതും കൂടി ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ നമ്മുടെ പേരൻസിന്റെയും ഇവിടെ നിൽക്കുന്നില്ല. ജർമ്മനിയിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു. അതൊന്നും ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ ടൈയായി പോയി, അല്ലെങ്കിൽ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയി, 1 മാർക്ക് 2 മാർക്കൊക്കെ കുറഞ്ഞു പോയി. ഇപ്പൊ അവസരം നഷ്ടപ്പെടുന്ന അവസരമുണ്ട്. പക്ഷെ നമ്മുടെ ഈ മലയാളം വിഷയന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് അറിയില്ല. ഇത് ഒരു എക്സ്ട്രാ മൾട്ടി ലാംഗ്വേജ് പഠിച്ച കുട്ടിയാണെന്നുള്ള ഒരു ക്രെഡിബിലിറ്റി, അവന് +പോയിന്റ് കിട്ടും അവിടെ. അത് കൊടുക്കുന്നത് ഒരു ഗവൺമെന്റ് ആണ്, സർക്കാർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ എംബസിയിൽ ഇരിക്കുന്നവർക്ക് അറിയില്ല ഇത് കളിക്കൊന്നയാണ് സൂര്യകാന്തിയാണെന്നൊന്നുമില്ല. ഒരു ലാംഗ്വേജ് പഠിച്ചു എന്നുള്ളതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തു കുട്ടീന് എന്നുള്ള ഒരു സർക്കാരിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ അവിടെ മൾട്ടി ലാംഗ്വേജ് പഠിച്ച കുട്ടികള് ഡബിള് കളിക്കൊന്ന പഠിച്ചു കഴിഞ്ഞാൽ 1-2 വർഷമാകുമ്പോൾ നമ്മള് കളിക്കൊന്ന, അതിന് ശേഷം അതൊരു പരീക്ഷ കൊടുക്കും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മുഴുവനായിട്ടും എഴുതാനും വായിക്കാനുള്ള ഒരു കഴിവ് കിട്ടൂല. അപ്പൊ മുഴുവനായിട്ടും കിട്ടൂല. ചില അക്ഷരങ്ങൾ കിട്ടും, ചില വേർഡ്സ് കിട്ടും, ചിലത് കിട്ടൂല. അങ്ങനെയുള്ള ഒരു പരിസ്ഥിതി. അപ്പൊ അവർക്കും നമ്മള് പാസ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കളിക്കുന്ന പാസ്, കളിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ പേരൻസ് ഇത് മനസ്സിലാക്കണം, പിന്നെ അവര് മുഴുവനായിട്ടും പ്രാപ്തരായില്ല മലയാളത്തിൽ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ എല്ലാവരും മുന്നോട്ട് പോകാൻ. അടുത്ത സൂര്യകാന്തി ഉണ്ടാവും, സൂര്യകാന്തിക്ക് മനസ്സിലാക്കി അതൊക്കെ വിശദീകരിക്കാനാണ് നമ്മൾ ഇടയ്ക്ക് പേരൻസ് മീറ്റിംഗ് വിളിക്കേണ്ടത്. അതെ, ഞാൻ എന്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ അല്ല, അത് കുട്ടികള് ആക്ച്വലി കളിക്കുന്ന ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ട് അല്ല, നമ്മളെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചറോട് എന്താ പറഞ്ഞ്, ഭാഷയെ ഇഷ്ടപ്പെടുത്തുക, പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കളിക്കൊന്നയിൽ ചെയ്യുന്നത്. അപ്പൊ കളിക്കൊന്ന പഠിക്കുന്നതോട് കൂടി കുട്ടി അക്ഷരങ്ങൾ തിരിച്ചറിയും. അത് കോപ്പി ചെയ്യാനെങ്കിലും കുട്ടി പഠിക്കും. അപ്പൊ ചറപറ എന്ന് കഴിഞ്ഞാൽ വളരെ നിസ്സാരം 6 ക്വസ്റ്റ്യൻസ് കുട്ടിക്ക് വരുന്നുള്ളൂ. കൂട്ടക്ഷരങ്ങൾ അറിയണമെന്നില്ല, വിഷമമുള്ള അക്ഷരങ്ങൾ അറിയുന്നില്ല. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് സൂര്യകാന്തി വരുമ്പോഴാണ്. ആശയപൂർണമായ വ്യക്തതയോടുകൂടി വാചകങ്ങൾ എഴുതുന്നത് ഇതിലാണ്. നമ്മള് എന്താ ഇപ്പൊ ഇവിടെയൊക്കെ പൂരിപ്പിക്കലല്ലേ. ഇപ്പൊ കറുത്ത കാക്ക, വെളുത്ത കൊക്ക്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് കുട്ടീനെ മാക്സിമം പഠിപ്പിക്കുന്നുള്ളൂ. അതിനൊക്കെ കുട്ടികൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ആ കളിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാല് കുട്ടിയെ ഭാഷയുമായി അടുപ്പിക്കുകയാണ്, ഇഷ്ടപ്പെടുത്തുകയാണ്, അതിന്റെ പ്രാഥമിക വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്, അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുകയാണ്, അവന്റെ മനസ്സിലുള്ള പരിചയം. പക്ഷെ നമ്മള് ഉദ്ദേശിക്കുന്നത് നമ്മള് ME മലയാളം പഠിച്ചു കഴിഞ്ഞു വന്നിട്ട് അത് ഇതേപോലെ ആ കണ്ണുകൊണ്ടാണ് കുട്ടീനെ കാണുന്നത്. അതാണ് പ്രശ്നം. ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം ബൊംബെയിലാണെന്നും ആ കുട്ടി പഠിക്കുന്ന ഇടപെടുന്ന ഭാഷയുമായി ഇടപെടുന്ന അവസരങ്ങൾ ഇത്രയാണെന്നും നമ്മൾ മനസ്സിലാക്കി ആ പേപ്പറിനെ കണ്ടാൽ ആ പ്രശ്നമില്ല. ഇപ്പം പഠിച്ചിട്ടുള്ള ഭാഷയുമായി പരിചയപ്പെട്ടുള്ള 60 മണിക്കൂറാണ്. അതുകൊണ്ട് കുട്ടി നേടിയിട്ടുള്ള അറിവ് ഇത്രയൊക്കെയാണ്. ഏത് കായ എഴുതിയാലും ഘടികാരത്തിന് കുട്ടി കടികാരം എന്ന് എഴുതിയാലും ശരിയാണത്. കണിക്കൊന്നേലെ കുട്ടി എഴുതിയാൽ അത് ശരിയാണ്. അപ്പൊ ഘടികാരം കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കഴിവ്. അത് നമ്മൾ വിചാരിക്കുന്ന ഈ ഇതാ എഴുതി ഇങ്ങനെയുള്ള എഴുതിയില്ല എന്നുള്ള പറഞ്ഞിട്ട് കുട്ടീനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. കണിക്കൊന്നേലെ കുട്ടീനെ പറ്റില്ല. പക്ഷെ അത് സൂര്യകാന്തിക്ക് അമ്മ മാറ്റണം. അപ്പൊ ടീച്ചറെ കുഴപ്പമാണ്. അത് വരയ്ക്കുന്ന സൂര്യകാന്തി പരീക്ഷയ്ക്ക് അത് ശരിയാക്കിയില്ലെങ്കിൽ ടീച്ചറെ കുഴപ്പമാണ്. മനസ്സിലായില്ലേ? കണിക്കൊന്ന പരീക്ഷയ്ക്ക് കടികാരം എഴുതിയ കടികാരം, മാറ്റിന്റെ ഇത് പടം കൊടുത്തിട്ട് ഇത് എന്താണെന്ന് എഴുതാൻ പറയും. വിട്ടു പോയിട്ടുണ്ട് കടികാരം എഴുതിയിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. കുട്ടിക്ക് മനസ്സിലായി ഘടികാരം എന്നൊരു വാക്കുണ്ട്, അതാണ് ഘടികാരം തന്നെ.
അത് മുഴുവൻ തിരിച്ചറിയാൻ കുട്ടിക്ക് പണിക്കൊന്ന കുട്ടിക്ക് പറ്റില്ല. ഒരു മണിക്കൂർ 2 മണിക്കൂർ മാത്രം പഠിക്കും. അപ്പൊ അതാണ് രണ്ടാഴ്ച വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അക്ഷരം ഇത് ടീച്ചർമാരും മനസ്സിലാക്കണം, പേരൻസും മനസ്സിലാക്കണം. അപ്പൊ ആ ചിലപ്പോ തിരിച്ചെഴുതുന്നു, ചിലപ്പോ അതിന്റെ ഈ സൈഡിൽ ഉണ്ടാവില്ല, മറ്റേ സൈഡിൽ ഉണ്ടാവില്ല. പക്ഷെ ഒക്കെ നമ്മള് പതിയെ പതിയെ മനസ്സിലാക്കണം. നമ്മള് കളിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാല് കളിക്കൊന്നും സൂര്യകാന്തി അടിസ്ഥാന കോഴ്സുകളാണ്. ഭാഷ സൂര്യകാന്തിയും കൂടി വരുമ്പോഴാണ് കുട്ടി പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പൊ ചെറിയ കുട്ടി അവൻ വന്നു, ഞാൻ സ്കൂളിൽ നിന്ന് വന്നു, ഞാൻ സ്കൂളിൽ നിന്ന് വൈകി വന്നു, ഇങ്ങനെയൊക്കെ എഴുതാൻ സൂര്യകാന്തി കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് അറിയാം. ഒരു വാചകം 2 വാക്കുകൾ ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കുന്നത് അത് 3 ആക്കി ഉപയോഗിച്ചിട്ട് 4 ആക്കി ഉപയോഗിച്ചിട്ട് അതിലൊരു ആശയം അടങ്ങാനൊക്കെയുള്ള കഴിവ് 4 വർഷം കഴിയുമ്പോൾ കുട്ടി നേടും. അത് നേടും. ശരിയായ രീതിയിലുള്ള ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ഓട്ടോമാറ്റിക് നേടും. ഈ കളിക്കുന്ന പാസ്സായ കുട്ടി അടുത്ത 1 വർഷം കൊണ്ട് തന്നെ ശരിക്കും പഠിച്ച് സൂര്യകാന്തി എഴുതാം. അതുപോലെ ഇപ്പൊ നമ്മൾക്ക് പറയാം, വേറെ ഒരു പുതിയ ഇതുണ്ടായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികള് വീടുകളിൽ കുറെ വിദ്യാഭ്യാസമുള്ള കുട്ടികള് ഭാഷ പ്രിയരായ മാതൃഭാഷ പ്രിയരായ അച്ഛനമ്മയൊക്കെ കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. കുറെ പഠിച്ചിട്ട് മുന്ന് പല വിദ്യത്തിലും ഭാഷ പരിചയപ്പെട്ട് കുറെ അറിവുകൾ നേടിയിട്ടുള്ള പിള്ളേരുണ്ട്. പ്രീ ഡിഗ്രിക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന പിള്ളേർ പെട്ടെന്ന് ഭാഷ പഠിക്കുന്ന ഒരു ആഗ്രഹമായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ വന്നാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ 2 വർഷം തന്നെ പഠിക്കുന്നത് നമ്മൾ നിർബന്ധം പിടിക്കണ്ട. അവർക്ക് നമ്മൾ വേറെ വേറെ കോഴ്സുകൾ പെട്ടെന്ന് കൊടുത്ത് ഇദ്ദേഹത്തിനെ പോലുള്ള കഴിവുകളുള്ള വലിയ ആൾക്കാർ വരുന്ന അവരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യിക്കുക. എന്നിട്ട് നമ്മൾ കളിക്കുന്ന കോഴ്സ് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പഠന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ, ആ കഴിവുകൾ ആ ആൾക്ക് എത്തിയതിന് ഒരു മിനിറ്റ്. അപ്പോ ആ കഴിവുകൾ ആ കുട്ടി ആ വ്യക്തി നേടിയിട്ടുണ്ടെന്ന് നമുക്ക് ടീച്ചർക്ക് ബോധ്യമാവുന്നെങ്കിൽ ഒരു കളിക്കുന്നേരം ഒരു പേപ്പർ എടുത്ത് കഴിഞ്ഞ വർഷത്തെ 3 വർഷങ്ങളിൽ ഒരു പേപ്പർ എടുത്ത് അവരെ കൂടി ചെയ്യിച്ചു കൊടുക്കാം. അപ്പൊ അത് ശരിയാണെന്ന് വെച്ചാൽ അപ്പൊ 1 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് അടുത്ത ആ 2 വർഷത്തിന്റെ പരീക്ഷ ലാറ്ററൽ എൻട്രി പരീക്ഷ എന്ന് പറയുന്നത് ഒരാഴ്ച മുന്നേ ചെയ്യുന്നത് അല്ലേ? അത് നമ്മൾ അതിന് പ്രത്യേക ആപ്ലിക്കേഷൻ വാങ്ങും. അത് പരീക്ഷ നമ്മളിപ്പോ അത് രണ്ടായിട്ടാണ് അവര് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ചാപ്റ്ററുകൾക്കുണ്ടല്ലോ. ഓരോ പരീക്ഷ നടത്തണമെങ്കിലും അതിന്റെ പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കണം, പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തണം, അതൊക്കെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ചാണ് നടത്തുന്നത്. പക്ഷെ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സൂര്യകാന്തി പഠിച്ച് എഞ്ചിനീയറിംഗിന് പോയി 5 വർഷം കഴിഞ്ഞു തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമൽ എഴുതണമെന്ന് തോന്നി. അപ്പൊ വീട്ടിൽ കുറേശ്ശൊക്കെ ഭാഷാപ്രിയരാണ് അവര്, വായിക്കുന്നുണ്ടായിരിക്കും. ഇടയ്ക്ക് ടീച്ചറോട് ചോദിച്ച് സംശയങ്ങൾ ചോദിക്കില്ല. അപ്പൊ ആ കുട്ടി ഭാഷ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഇനി ഒരു വായോ ആ കുട്ടീനെ പെട്ടെന്ന് നല്ല താല്പര്യമുള്ള കുട്ടികളാകുമ്പോൾ അവർ 1 വർഷം കൊണ്ട് ആ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ കുട്ടി നേടിയെടുക്കുന്നെങ്കിൽ ആ കുട്ടീനെ പരീക്ഷ എഴുതിക്കണം. ഡയറക്റ്റ് എഴുതിക്കോ അത് ലാറ്ററൽ എൻട്രി പരീക്ഷ എഴുതിക്കാൻ മതി. അത് എഴുതിക്കണം. അത് പാസ്സായതിനു ശേഷം ലാറ്ററൽ എൻട്രി പരീക്ഷ എഴുതിയാൽ പിന്നെ അടുത്തേക്ക് പോവാം. നമ്മൾ ആദ്യം ഒരു ടീച്ചർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ടീച്ചർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ സൂര്യകാന്തി ആവശ്യപ്പെടുന്ന പഠന നേട്ടങ്ങൾ ആ കഴിവുകൾ ഈ കുട്ടിക്കുണ്ടോ എന്നുള്ളത് വ്യവഹാര രൂപങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ചിട്ട് പ്രതികരിക്കാനും ഉള്ള കഴിവുകൾ ഭാഷ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവുകളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ വാചകങ്ങൾ സ്വന്തമായിട്ട് യോജിപ്പിക്കാനുള്ള മീനിങ് ഫുൾ ആയിട്ട് എഴുതാൻ കഴിയുന്നുണ്ടോ, ഭാവനാത്മകമായി ഭാഷ കൈകാര്യം ചെയ്യാനോ കുട്ടിക്ക് കഴിവുണ്ടോ, അതൊക്കെ കണിക്കൊന്നക്കും ബാധകമാണോ? ഇപ്പൊ ഒരു കണിക്കൊന്നയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഇത് ബാധകമാണ്. പക്ഷെ കണിക്കൊന്നയിലെ പഠന നേട്ടങ്ങൾ വേറെ, സൂര്യകാന്തിയിലെ പഠന നേട്ടങ്ങൾ വേറെ. 1 വർഷം കൊണ്ട് തന്നെ ഒരു കുട്ടി, എനിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നി ഈ കുട്ടി ഈ വർഷം തന്നെ പരീക്ഷ എഴുതിപ്പിക്കാൻ കുട്ടികൾക്ക് എല്ലാ അക്ഷരങ്ങളും അറിയാം. ഈ കാര്യങ്ങളൊക്കെ വാക്കുകൾ ചേർത്ത് ഇപ്പൊ കാക്കനെ കുറിച്ച് ഒരു കവിത എഴുതാൻ പറയുമ്പോ ആ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. പൂവിനെ കുറിച്ച് പറയുമ്പോ 4 വാചകം പറയുമ്പോ പറഞ്ഞിട്ടുണ്ട്. ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടിക്ക് അതിന്റെ ഓർഡർ ആക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കുട്ടി ഭാഷാപരമായി കളിക്കുന്നതിലെ അടിസ്ഥാന കാര്യങ്ങൾ നേടിയെന്നല്ല അർത്ഥം. വേണമെന്ന് വിചാരിച്ച ഒരു കുട്ടിക്ക് 4 വർഷം കൊണ്ട് ഈ 4 കോഴ്സും കംപ്ലീറ്റ് 4 കോഴ്സ് പറ്റില്ല, 3 കോഴ്സ് പറ്റും. ഇത് ആമ്പൽ വരെ നീലക്കുറിഞ്ഞിക്ക് 2 വർഷം ഗ്യാപ്പ് 3 വർഷം തന്നെ പഠിക്കണം. 3 വർഷം പഠിക്കണം നീലക്കുറിഞ്ഞി.
നീലക്കുറിഞ്ഞി. ആമ്പല് പാസ്സായി നീലക്കുറിഞ്ഞി കൃത്യമായിട്ട് പഠിക്കണം. പക്ഷെ ഏറ്റവും വിഷമുള്ള കോഴ്സ് ആമ്പലാണ്. നീലക്കുറിഞ്ഞി ഭാഷ ആമ്പല് കഴിഞ്ഞ പിന്നെ കുട്ടി ഭാഷാപരമായിട്ട് കഴിവ് നേടിക്കഴിഞ്ഞു. പിന്നെ അതിനെ നല്ല എന്താ പറയാ സുന്ദരിയാക്കുക, അല്ലെങ്കിൽ അത്രയും ചമൽക്കാരങ്ങൾ കൊടുത്ത് ഭംഗിയാക്കി ഭാഷനെ എങ്ങനെ ഇത്രയും സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ള ഒരു ഇതാണ് നീലക്കുറിഞ്ഞി ചെയ്യുന്നത്. അപ്പൊ ആമ്പല് പാസ്സാവുമെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കഴിവുകളോടുകൂടി ഇരിക്കുകയായിരിക്കണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് നിരൂപണം എഴുതാൻ വരുന്നുണ്ട്. നിങ്ങൾ കണ്ട സിനിമയെ കുറിച്ചും വായിച്ച കഥയെ കുറിച്ചും നിരൂപണം എഴുതാൻ വരുന്നുണ്ട്. കഥ ഭാവനാത്മകമായി എഴുതാൻ പറയുന്നുണ്ട്. ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ പറയുന്നുണ്ട്. യാത്രാ വിവരണം എഴുതാൻ പറയുന്നുണ്ട്. ഒരു കണ്ട ഉത്സവത്തിനെ കുറിച്ച് വിവരിക്കാൻ പറയുന്നുണ്ട്, വർണ്ണിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആമ്പലിൽ വരുന്നുണ്ട്. അപ്പൊ ആ അത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ ഭാഷ ആയില്ലേ. പിന്നെ മറ്റോടത്തേക്കൊക്കെ വരുമ്പോ എന്താണ് വെച്ചാല് നമ്മള് ബ്ലോഗ് എഴുതുന്ന രീതിയിൽ, അതുപോലെ കവിതനെ നാടകമാക്കി മാറ്റുന്ന രീതിയിൽ, അങ്ങനെയുള്ള ഭാഷാപരമായ തർജ്ജമ ചെയ്യുന്ന രീതിയിൽ, ഇതൊക്കെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നീലക്കുറിഞ്ഞിലേക്കൊക്കെ അധികം വരുന്നത്. പിന്നെ സാമൂഹ്യമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിവേദനം, അപേക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ വ്യത്യാസങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അത് നീലക്കുറിഞ്ഞിക്ക് വരുന്നത്. മനസ്സിലായ? അപ്പൊ ഇത്രയും അപ്പൊ ആമ്പൽ തന്നെ എത്തുമ്പോഴേക്കും കുട്ടി ഭാഷാപരമായിട്ട് നല്ല രീതിയിലായിട്ട്, കാരണം വെച്ചാൽ 4, 3, 7 വർഷം ഭാഷയായിട്ട് പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് വരുന്നത്. അപ്പൊ ഏറ്റവും പ്രശ്നം കുട്ടിയെ വെറുപ്പിക്കാതെ രസകരമായി ഈ അവരുടെ അവളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ടീച്ചർമാരും വളരണം, ക്ലാസ്സുകളും ഉണ്ടാകണം, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കണം. ഇത് നിങ്ങളെല്ലാവരും വിളിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം. എക്സാം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് പഠനോത്സവം എന്നാണ് നമ്മൾ നടത്തുക. പൊതുവെ നമ്മൾ അവലംബിക്കാറുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബറാണ്. പക്ഷെ അതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട്. ഒരു മലയാളം മിഷൻ ഇപ്പൊ പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് 5-10 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇന്ന് 100 ചില ചാപ്റ്ററുകളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പരീക്ഷകൾ നടത്തും. അപ്പൊ നമ്മുടെ റിക്വസ്റ്റ് പോയതിന് ശേഷം ടൈം ബൈ ടൈം ആയിട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുക. പക്ഷെ നമ്മൾ എന്തായാലും പുതിയ ക്ലാസ് തുടങ്ങുന്നത് ജൂൺ അവസാന വാരം അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരത്തോടു കൂടിയാണ് ക്ലാസ്സുകൾ തുടങ്ങുക. അത് കഴിഞ്ഞ് പഴയ പാഠങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു അവസരം 3-4 ക്ലാസ്സിൽ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു എക്സാം എന്നുള്ള രീതിയിലേക്ക് പോവാം. ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നമ്മുടെ ലക്ഷ്യങ്ങൾ. പിന്നെ അത് ചിലപ്പോൾ നവംബറോ ഡിസംബർ വരെയൊക്കെ പോവാം. ഡിസംബറിലേക്ക് പോകാറില്ല, ഒക്ടോബർ നവംബർ മാക്സിമം. സെപ്റ്റംബർ ഒക്ടോബറിൽ എന്തായാലും നമ്മൾ നടത്തും. അങ്ങനെയാണ് നമ്മുടെ ഒരു പൊതുവെ. നീലക്കുറിഞ്ഞി മാത്രമാണ് അതിന് വേറെ രീതിയിൽ അത് പബ്ലിക് സർവീസ് അവിടുത്തെ എഡ്യൂക്കേഷൻ ബോർഡാണ് നടത്തുന്നത്. ബോർഡ് എക്സാം ആണ് അത് നടത്തുന്നത്. നീലക്കുറിഞ്ഞി എക്സാം ബോർഡ് എക്സാം ആണ്, അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പാണ് നേരിട്ട് നടത്തുന്നത്. ആമ്പൽ വരെയുള്ള പരീക്ഷകൾ മലയാള മിഷനാണ് നടത്തുന്നത്. അപ്പൊ നീലക്കുറിഞ്ഞി പാസ്സായ കുട്ടിക്ക് കേരളത്തിലെ PSC പരീക്ഷ എഴുതാം. ഈക്വലന്റ് ടു നാട്ടിലെ 10ാം ക്ലാസ് 10th ഈക്വലന്റ് മലയാളം ഭാഷ പാസ്സായി ഈക്വലന്റ് ആണ്. കോൺവൊക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഇപ്രാവശ്യം കുട്ടികളെ പരിപാടിയാണ്. പിള്ളേർ തന്നെ ഞെട്ടിട്ട് ചേർത്തു. ഒരാ കോട്ടും കുപ്പായം തൊട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ആരോ മിനിസ്റ്റർ വന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും കൾച്ചറൽ മിനിസ്റ്ററും അവരൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് വേദിയിൽ വെച്ച് അവരെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ചടങ്ങായിരുന്നു. ഞങ്ങൾ എത്രയൊന്നും പ്രതീക്ഷിക്കില്ല. ഇപ്പൊ ക്ലാസ് എടുത്തോളൂ. ടീച്ചറൊക്കെ കൂടിയുള്ളപ്പോ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കണം. അപ്പൊ ടീച്ചിങ് നോട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല, ഓൺലൈനിലായിരിക്കുമ്പോ അല്ലേ? ഇല്ല. അപ്പൊ അടുത്ത ഒരു ട്രെയിനിങ് കിട്ടുമ്പോ ഇപ്പൊ ജിനേഷിനോടും ടീച്ചറോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് കൂടുതലൊന്ന് പണിയെടുക്കേണ്ടി വരും ഓൺലൈനിലായി കൊണ്ട്. അപ്പൊ ക്ലസ്റ്റർ കൊടുക്കാം.
ടെസ്റ്ററിനൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ ശശിമാഷ് ഇപ്പൊ ന്യൂസിലാൻഡിലേക്ക് ഓൺലൈൻ ട്രെയിനിങ് എടുത്തില്ല. ആ ന്യൂസിലാൻഡിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തില്ല. അത് പോരാ. അപ്പൊ കൂടെ നിന്നിട്ട് പിന്നെ ഇവരൊക്കെ സഹായത്തിന് ചെയ്യാം. അപ്പൊ അവരെ മിഴിയില് പിന്നെ വരണമെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വേണ്ട. അപ്പൊ ഞാനിപ്പോ ടീച്ചറെ പേരുണ്ട്, എന്റെ പേരുണ്ട്. അപ്പൊ അവര് ഇനി എന്തെങ്കിലും ഒരു പാഠാസൂത്രണം വരെ ഉള്ള ട്രെയിനിങ്ങിൽ ആയതിനു ശേഷം വീഡിയോയിൽ ചെയ്താൽ മതി. മലയാളം മിഷനിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ തന്നെ വെക്കും. ജൂണില് നമ്മള് ചാപ്റ്ററിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ മാഷക്കൊക്കെ പറ്റിയ പോലെ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് നമ്മൾ ഏർപ്പെടുത്തുന്നു. അപ്പൊ അതിൽ പങ്കെടുക്കാം. അപ്പൊ കൂടെ നിൽക്കാം. കൂടെ ആയിക്കോട്ടെ. ഇങ്ങനെയുള്ളവരൊക്കെ ക്ലാസ്സിൽ വരാറുണ്ട്. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണമെങ്കിലും നമ്മളിപ്പോ വായോണ്ട് പറയുന്നത് മാത്രമല്ല, നമുക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാം, പാട്ട് കേൾപ്പിക്കാം. കുട്ടികൾക്ക് നമുക്കൊരു അടിപൊളി പാട്ടാ പിള്ളേർക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചാൽ ഉത്സവം എന്ന് വെച്ചാൽ ഉത്സവത്തിനെ കുറിച്ചൊരു പാട്ട് താങ്കളുടെ ചെല്ലം ചെല്ലം ചെടാൻ ചെല്ലം പറഞ്ഞിട്ട് അവരെ വെച്ചിട്ട് അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണ്ടേ. അപ്പോട്ടെ നമ്മൾ ഓണത്തിന് വരുമ്പോൾ കുട്ടനാടൻ പുഞ്ചയിലെ പാട്ട് പാടി അവരെ കൊണ്ട് വഞ്ചി തൊഴിപ്പിക്കുക. നമ്മളും തൊഴയാ അവരും തൊഴയാ. ആ ആക്ടിവിറ്റീസ് അവരെ ഹൃദയത്തിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള ഒരു മെമ്മറബിൾ ആയിട്ട് നമ്മളെ ഇതിലൊക്കെ നീലക്കുറിഞ്ഞിൽ ആമ്പലിലൊക്കെ വരുന്നുണ്ട് വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയും. അത് കവിതയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ എംപിയിലൊക്കെ ഒരു നോവലെടുത്ത് വായിച്ചിട്ട് ഒരു പ്രദേശത്തെ വിശദീകരിക്കുക. നമ്മുടെ കുമാരനാശന്റെ കവിതയൊക്കെ വായിക്കുമ്പോൾ നോക്കിയാണ് ഉത്തരാമധുരാപുരിക്കുത്തരമുള്ള വിശുദ്ധ രാജകുമാരൻ കിളക്കരികൾ. അദ്ദേഹത്തിന്റെ ആ 16 വരി വായിക്കുമ്പോഴേക്കും നമുക്ക് ഈ കഥ നടക്കുന്ന എവിടെയാണ്, എന്താണ് അതിന്റെ ഭംഗി, എന്താണ് അവിടുത്തെ സാധനങ്ങൾ, ഏതാണ് അടുത്ത് വായിച്ച വലിയൊരു കെട്ടിടം, ഇപ്പുറത്തെ അതിന്റെ നടുക്കൊരു റോഡ്, ഇപ്പുറത്ത് മരം, അതിപ്പുറത്ത് വീട്, ഇതൊക്കെ അതാണ് വാങ്മയ ചിത്രം. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ക്ലാസ്സും ഓരോ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം. അതിന് പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചറായിട്ട് ഒരേയും പിടിച്ച് മേലെ നിന്ന് ഞാൻ വലിയ അറിവുള്ള ആളാണ്, നീ അവിടെ നിനക്കൊന്നും അറിയാത്ത സ്ഥാനമാണ്, നീ ഞാൻ പറയും കേട്ടാ മതി അവിടെ ഇരിക്കണം. ആ പരിപാടി ഉപേക്ഷിക്കുക. അപ്പൊ കുട്ടികളായിട്ട് എത്ര ഫ്രണ്ട്ലി ആവണോ അത്രയും നല്ലത്. നമ്മളിപ്പോ അങ്ങനെയാണ്, കുട്ടികൾ എവിടെ പോയാണ് നമ്മുടെ അച്ഛനമ്മമാരെ കൂട്ടി വിട്ടിട്ട് നമ്മളെ കൂടെ തുള്ളി പോകും. അപ്പൊ അങ്ങനെ അവരായിട്ടൊരു ചങ്ങാത്തത്തിലാകുമ്പോൾ നമുക്കും ഒരു ഈസിയാണത്. അപ്പൊ അതിനുള്ള കുറച്ച് സമയം കണ്ടെത്താം. നമുക്ക് തിരക്കുകളൊക്കെ ഉണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്, ജോലി ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ.